രേവതി രേവതി കേൾക്കുന്നില്ലേ? രേവതി നമ്മളെന്തോ PSC എക്സാം ഉണ്ടെന്ന് പറഞ്ഞ പ്രിപ്പറേഷനിലാണ്. രേവതി സ്റ്റാർട്ട് ചെയ്തോളൂ. കേൾക്കാമോ ടീച്ചറെ? കേൾക്കാം കേൾക്കാം. ഗുഡ് ഈവനിങ് ടീച്ചേഴ്സ്. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരീണമേ ദയാനിധി. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഹാവ് എ നൈസ് ഡേ ടീച്ചേഴ്സ്. താങ്ക് യു രേവതി. ഓക്കെ, വെൽക്കം സ്പീച്ച് ആണ്. ഏറ്റവും ബഹുമാന്യനായ നമ്മുടെ അധ്യക്ഷൻ പ്രൊഫസർ ജേക്കബ് മാത്യു സാർ, മറ്റ് ബഹുമാനപ്പെട്ട പാട്രൺസ് വത്സല മാം, ഗീത മാം, ദെൻ നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് എത്തിയിരിക്കുന്ന ഡോക്ടർ രാജേശ്വരി മാം, ദെൻ സുശീലൻ സാർ, തണുവൻ ആചാര്യ സാർ, ശ്രീദേവി മാം, പേരൂർക്കട ഗീത മാം, എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. നമ്മുടെ രാജേശ്വരി ടീച്ചറിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. കാരണം നമ്മുടെ ഗ്രൂപ്പിലെ തന്നെ മെയിൻ മെമ്പറാണ്. അത് മാത്രമല്ല, ഇന്ന് നമുക്ക് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പേർക്കും രാജേശ്വരി മാമിനെ നല്ലോണം അറിയാവുന്നതുമാണ്. എങ്കിലും ഒരു ഒഫീഷ്യലി നമുക്ക് വെൽക്കം ചെയ്യേണ്ട ആവശ്യമുള്ളത് കൊണ്ട് തന്നെ വെൽക്കം ചെയ്യുകയാണ്. ഡോക്ടർ രാജേശ്വരി മാം ഇപ്പോ പ്രൊഫസർ ആൻഡ് ഹെഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് NVKSD കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ ആറ്റൂരാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ ഗവൺമെന്റ് ട്രെയിനിങ് കോളേജിന്റെയും തൃശ്ശൂർ IIScയുടെയും പ്രിൻസിപ്പൽ ആയിരുന്നു. അതുപോലെ റിസർച്ച് ടീമിന്റെ സെന്റർ ഫോർ അഡൽട്ട് കണ്ടിന്യൂ എഡ്യൂക്കേഷൻ ആൻഡ് എക്സ്റ്റൻഷന്റെ യൂണിവേഴ്സിറ്റി ഓഫ് കേരള നടത്തുന്ന അതിന്റെ മെമ്പറാണ്, റിസർച്ച് ടീം മെമ്പറാണ്. ദെൻ അത്യാവശ്യ പോയിന്റുകൾ മാത്രം പറയാം. ഏകദേശം 32 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. 15 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസും 15 വർഷത്തെ റിസർച്ച് എക്സ്പീരിയൻസും ഉണ്ട്. 20ഓളം ബുക്കുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ധാരാളം ആർട്ടിക്കിൾസ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ജേർണൽസിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സെമിനാറുകളും വർക്ക്ഷോപ്സ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ അക്കാഡമിക് കൗൺസിൽ മെമ്പർ ഓഫ് യൂണിവേഴ്സിറ്റി ഓഫ് കേരള, അതുപോലെ PG ബോർഡ് മെമ്പറാണ്. ദെൻ WPC ദാറ്റ് ഈസ് വേൾഡ് പീസ് അസോസിയേഷന്റെ മെമ്പറാണ്. ദെൻ CTFന്റെ വൈസ് ചെയർപേഴ്സൺ ആണ്. ദെൻ ഏറിയയുടെ ചെയർപേഴ്സൺ ആണ്. അതുപോലെ റിസർച്ച് ഗൈഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. SCRT ടെക്സ്റ്റ് ബുക്ക് പ്രിപ്പറേഷന്റെ എല്ലാം ശില്പിയാണ്, മെമ്പറാണ്, ആക്റ്റീവ് മെമ്പറാണ്. ദെൻ ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് മാമിന്. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്, ഗുരുശ്രേഷ്ഠ അവാർഡ്, ദെൻ അതുപോലെ തന്നെ CTFന്റെ ടീച്ചർ എഡ്യൂക്കേറ്റർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ആറ്റൂർ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. മാം ഇന്നൊരു യാത്രയിലാണ്. എന്നിട്ട് പോലും ക്ലാസ് വേണ്ടാന്ന് വെക്കാതെ അത്രയും സിൻസിയർ ആയിട്ട് ആ പ്രൊഫഷനോടുള്ള സ്നേഹം കൊണ്ട് തന്നെ മാം നമുക്ക് ഇന്ന് ലൈഫ് സ്കില്ലിനെ കുറിച്ച് ക്ലാസ് എടുത്ത് തരാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. ഇന്ന് എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാണ്. എങ്കിലും മാം കാണിച്ച ഒരു ഡെഡിക്കേഷൻ എന്ന് പറയുന്ന ഒരു അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് മാം. അതുകൊണ്ട് മാമിനെ ഏറ്റവും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി തന്നെ നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഏറ്റവും ബഹുമാന്യനായ ജേക്കബ് മാത്യു സാറിനെയും ദെൻ മറ്റുള്ള എല്ലാ വിശിഷ്ട വ്യക്തികളെയും സ്വാഗതം ചെയ്തുകൊണ്ട്, കാരണം രാജേശ്വരി ടീച്ചറിന് സമയമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. ദെൻ പ്രസിഡൻഷ്യൽ അഡ്രസ്സിന് വേണ്ടി ജേക്കബ് മാത്യു സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട രാജേശ്വരി ടീച്ചർ, മറ്റ് അധ്യാപകരെ, സുഹൃത്തുക്കളെ, രാജേശ്വരി ടീച്ചറിനെ പറ്റി ഷർമിള കുറച്ചേ പറഞ്ഞുള്ളൂ. ഇനി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം അക്കാഡമിക്കലായിട്ട് ഒരു നല്ലൊരു ടീച്ചറിന് വേണ്ട എല്ലാ ക്വാളിറ്റീസും ഉള്ളൊരു അധ്യാപിക. എനിക്ക് തോന്നുന്നു വർഷങ്ങളോളം എൻ്റെ കൂടെ അവള് വർക്ക് ചെയ്തതാണ്, ഗവൺമെന്റ് ട്രെയിനിങ് വർക്ക് ചെയ്തതാണ്. ഞാൻ പോയതിനു ശേഷവും വർഷങ്ങളോളം വർക്ക് ചെയ്തു. മറ്റ് കോളേജിലെ പ്രിൻസിപ്പളായിട്ടൊക്കെ പോയി. തൃശ്ശൂരും കാലിക്കറ്റൊക്കെ ഇരുന്നു. ഇപ്പോഴും ഒരു നല്ലൊരു പൊസിഷൻ ഇപ്പോഴും അലങ്കരിക്കുകയാണ്. നമ്മുടെ ആറ്റൂർ കോളേജിലെ റിസർച്ച് വിങ്ങിന്റെ ഒരു മേൽനോട്ടം വഹിക്കുകയാണ്. എന്തായാലും
ടീച്ചറിനെ പറ്റി എല്ലാവർക്കും അറിയാം. അക്കാഡമിക്കലി ഇത്രയും ഒരു ടാലന്റഡ് ആയിട്ടുള്ള വ്യക്തികൾ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ആ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ടീച്ചർ. ഇപ്പോഴും അക്കാഡമിക്കായിട്ട് നല്ലവണ്ണം അത് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ലൈഫ് സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്ന് എടുക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ഒരു അഡ്വേഴ്സിറ്റി എന്നുള്ള ആ രീതിയിലാണ് എടുക്കുന്നത്. എന്തായാലും നമുക്കിത് കേൾക്കാം. ഞാൻ ടീച്ചറിനെ ക്ഷണിക്കുന്നു, അതിന്റെ ആ ഒരു ടോക്കിന് വേണ്ടി ക്ഷണിക്കുന്നു. ഓക്കെ പോകുന്നു പറഞ്ഞാൽ എവിടെ പോന്നു ടീച്ചറെ? പിന്നെ മോളുടെ അടുത്ത് പോയേക്കുമല്ലായിരുന്നോ ഇവരൊക്കെ? അവര് 2 ദിവസം കഴിഞ്ഞെന്ന് പറഞ്ഞു. പെട്ടെന്ന് അവര് ഇങ്ങോട്ട് വരുക. അതാ ഹസ്ബൻഡും കൂടെ പോയിരുന്നു. അപ്പം പിന്നെ ഹസ്ബൻഡ് ഇങ്ങനെ തിരിച്ചു വരുക. വിളിക്കാൻ പോവാ ഞങ്ങള്. ഇവിടെ പുറത്തിട്ടേക്കുവാ. ശരി. ഓക്കെ. ശരി. തുടങ്ങി. ഞാനപ്പോഴും ഇതൊന്ന് ഓഫ് ചെയ്തേക്കട്ടെ, വീഡിയോ. ചിലപ്പോ ഇതങ്ങ് പോയാൽ. ഇതിനകത്ത് കാറി വേറെ 2 പേരുണ്ട്. അതാ. ശരി. ഏറ്റവും ബഹുമാനപ്പെട്ട JK മാത്യു സർ, ഗീത ടീച്ചർ, വത്സല ടീച്ചർ, ഇതിന്റെ ഓർഗനൈസർ കൂടിയായ ഡോക്ടർ ഷർമിള, കാണുവൻ സർ, മറ്റെല്ലാ മാന്യ വ്യക്തികളെ എല്ലാവർക്കും എന്റെ വിനീതമായ കൂപ്പുകൈ. ഇന്നത്തെ വിഷയം തന്നെ ലൈഫ് സ്കിൽസ് ആൻഡ് ലൈഫ് സ്കിൽസ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാം അതല്ലെന്നുണ്ടെങ്കിൽ വിഷയം ഞാൻ മറ്റേതാണ് കൂടുതലായിട്ട് വിചാരിച്ചിരുന്നത്. അത് ഇന്ന് എടുക്കാൻ എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് സമയം ഉള്ളത് കൊണ്ട് തന്നെ കൂടുതലും ലൈഫ് സ്കിൽസ് ഞാനിന്ന് മായ ഒരു നൈപുണിയാണ് ജീവിത നൈപുണികൾ എന്ന് പറയുന്നത് ലൈഫ് സ്കിൽസ്. ശരിക്കും ലൈഫ് സ്കിൽസ് എന്ന് പറയുമ്പോൾ ലൈഫ് സ്കിൽസ് ആർ ദോസ് സ്കിൽസ് വിച്ച് എനേബിൾ അസ് ടു ലീഡ് എ ഹെൽത്തി ആൻഡ് ഹാപ്പി ലൈഫ് എന്നാണ് അതിന്റെ ഒരു രത്ന ചുരുക്കം. ദർ ആർ സോ മെനി ഡെഫിനിഷൻസ് ഫോർ ലൈഫ് സ്കിൽസ്. പക്ഷെ അതിന്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഫോർ ദോസ് സ്കിൽസ് വിച്ച് എനേബിൾ അസ് ടു ലീഡ് എ ഹെൽത്തി ആൻഡ് ഹാപ്പി ലൈഫ്. അതായത് സന്തോഷകരവും ആരോഗ്യകരവുമായ ഒരു ജീവിതം നയിക്കുന്നതിന് വേണ്ട നൈപുണികൾ. നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നതും നമ്മളുടെ ജീവിതത്തിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്, എയിംസ് ഉണ്ട്. അതിലെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് എയിം എന്ന് പറയുന്നത് സന്തോഷപ്രദമായ ഒരു ജീവിതം, അത് ആരോഗ്യകരമായ ഒരു ജീവിതവും അതുവഴി ഒരു സമാധാനപൂർണമായ ജീവിതം. അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് എല്ലാവരും നെട്ടോട്ടം ഓടുന്നത്. പക്ഷെ അത് ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അത് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ചില സ്കിൽസ് ആവശ്യമാണ്, നൈപുണികൾ ആവശ്യമാണ്. നൈപുണികൾ എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ സന്നിഹിതരായി ഇരിക്കുന്ന വളരെ കുറച്ച് പേരെ ഉള്ളെങ്കിലും അവർക്ക് എല്ലാവർക്കും നന്നായിട്ട് നൈപുണിയുടെ മീനിങ് അറിയാവുന്നത് തന്നെയാണ്. നൈപുണികൾ നമുക്ക് എപ്പോഴും ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ പ്രാക്ടീസിൽ കൂടി എപ്പോഴും ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് നൈപുണികൾ. അതുകൊണ്ട് തന്നെ ഈ ജീവിത നൈപുണിയും നമ്മുടെ പ്രാക്ടീസിൽ കൂടി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇന്ന നൈപുണിയാണ്, എനിക്ക് ഈ നൈപുണ്യം ഉണ്ട്, എനിക്ക് ഇത്രമാത്രം നൈപുണ്യം എനിക്ക് ഇതുണ്ട്, ഈ സ്കിൽ എനിക്ക് ഇത്രമാത്രം എനിക്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഇനിയും എനിക്ക് ഇത്രത്തോളം ഡെവലപ്പ് ചെയ്യാനുണ്ട്, ഞാൻ ഈ സ്കില്ലിന്റെ സ്ട്രെങ്ത് ആണ് അതല്ലെങ്കിൽ ഇതെന്റെ വീക്ക്നെസ് ആണ് എന്നുള്ള അറിവാണ് നമുക്ക് വേണ്ടത്. ആ അറിവ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ അറിവിനെ നമ്മൾ അതിനെ ഇന്റേണലൈസ് ചെയ്തതിന് ശേഷം അതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്ത് ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. നോയിങ്ലി ഓർ അൺനോയിങ്ലി ത്രൂ എഡ്യൂക്കേഷൻ, വെദർ ഇറ്റ് ഈസ് ഫോർമൽ, ഇൻഫോർമൽ ഓർ നോൺ ഫോർമൽ, വി ആർ ഡെവലപ്പിംഗ് മെനി ലൈഫ് സ്കിൽസ്, ബട്ട് വി ആർ നോട്ട് ഏബിൾ ടു ഐഡന്റിഫൈ ദോസ് ലൈഫ് സ്കിൽസ്. അതാണ് ലൈഫ് സ്കിൽസ് മീൻസ് they are actually skills which are needed for leading a healthy and happy life. Life skills, WHO, World Health Organization
ഡിസൈൻ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അവര് സെലക്ട് ചെയ്തിരിക്കുന്ന there are more than 116 life skills identified by WHO. അതിനെ എല്ലാം സ്വാംശീകരിച്ച് ഒരു 10 core life skills അവർ എടുത്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 10 ലൈഫ് സ്കിൽ എന്ന് പറയുന്നത് സെൽഫ് അവെയർനെസ്, എംപതി, then coping with emotions, coping with stress, interpersonal relationship, effective communication, then critical thinking, creative thinking, decision making and problem solving. നമ്മൾ അധ്യാപകരെ സംബന്ധിച്ച് ഈ സ്കിൽസ് എല്ലാം തന്നെയും നമ്മുടെ ക്ലാസ് റൂമിൽ ഉപയോഗിക്കുന്ന സ്കില്ലുകളാണ്. അത് ഈ സ്കില്ലുകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കണം. എപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ് നടക്കേണ്ടത്. അത് നമ്മളെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇനി ഇന്നത്തെ യുഗത്തിൽ ഈ ലൈഫ് സ്കിൽസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ ഇന്ന് ജീവിതം നയിക്കുകയാണ് ചെയ്യേണ്ടത്, അല്ലെ നാം തന്നെ ജീവിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ പില്ലേഴ്സ് ഓഫ് എഡ്യൂക്കേഷനിൽ ലേൺ ടു ലിവ് എന്നുള്ളതിന് ഏറ്റവും കൂടുതൽ റെലവൻസ് ഇന്നത്തെ യുഗത്തിലാണ്. കാരണം ഇന്ന് നമുക്കറിയാം സയൻസ് ആൻഡ് ടെക്നോളജി ഇത്രയും ഡെവലപ്പ് ചെയ്യുന്നു. ടെക്നോളജിയുടെ ഡെവലപ്മെന്റ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിന്റെ ഒരു പാരമ്യത്തിൽ എത്തിയിരിക്കുകയാണ്. നമുക്കിന്ന് അറിവിന്റെ ഒന്നും ഒരാവശ്യവും ഇല്ല. ഏതറിവും നമ്മുടെ വിരൽത്തുമ്പിൽ എന്നുള്ള കോൺസെപ്റ്റും പോയി കഴിഞ്ഞു. ഏതറിവിനെയും നമുക്ക് വേണ്ട രീതിയിൽ നല്ല അറിവായിട്ട് തന്നെ, ഇൻഫർമേഷനും അല്ല അറിവായിട്ട് തന്നെ നമുക്ക് ലഭിക്കുന്ന തരത്തിൽ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വളർന്നു കഴിഞ്ഞു. അപ്പൊ അങ്ങനെ അതുകൊണ്ട് തന്നെ ആ അറിവിൽ നിന്നും നമുക്ക് സ്കില്ലാണ് ഇപ്പൊ വേണ്ടത്. ആ അറിവ് എങ്ങനെ ഉപയോഗിക്കാം, എവിടെ പ്രയോഗിക്കണം, അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഈ ലൈഫ് സ്കിൽസ് എന്ന് പറയുന്നത്. അതായത് ലൈഫ് സ്കിൽസ് ഉള്ള ഒരാൾക്ക് SWOT അനാലിസിസ് പോസിബിൾ ആണ്. SWOT അനാലിസിസ് നടത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ആവശ്യമാണ്. കാരണം നമുക്കറിയാം, നമ്മൾ ഒരു ടീച്ചർ ആയതുകൊണ്ട് തന്നെ ആ ആംഗിളിലാണ് ഞാൻ ഈ ലൈഫ് സ്കിൽസിനെ കുറിച്ച് പറയുന്നത്. കാരണം അതിന്റെ ഒരു പ്രിലിമിനറി വാട്ട് ഈസ് മെന്റ് ബൈ ലൈഫ് സ്കിൽസ്, അല്ലെ വാട്ട് ആർ ദ ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് ലൈഫ് സ്കിൽസോ, ഈ ഓരോ ലൈഫ് സ്കില്ലും എന്താണെന്നോ പറഞ്ഞു തരേണ്ട ഒരു ആളും അല്ല ഈ പ്ലാറ്റ്ഫോമിൽ ഉള്ളത്. എല്ലാവരും ഇതിനെക്കുറിച്ച് എല്ലാം അറിയാവുന്നതാണ്. സെൽഫ് അവെയർനെസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് അതിന്റെ വാക്കിൽ തന്നെ ഉണ്ട്. ഓരോ വാക്ക് എടുത്താലും ഓരോന്നും വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള 10 ലൈഫ് സ്കിൽസ് ആണ്, ഈ കോർ ലൈഫ് സ്കിൽസ് ആണ് WHO എടുത്തതെന്നുണ്ടെങ്കിലും ഇന്ന് നമുക്കറിയാം സെൽഫ് അവെയർനെസ്സോ, എംപതി, ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റിവിറ്റി, ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ്, ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, കോപ്പിംഗ് വിത്ത് സ്ട്രെസ്, കോപ്പിംഗ് വിത്ത് ഇമോഷൻസ്, ഈ സ്കിൽസ് മാത്രം മതിയോ? ഇവ മാത്രമാണോ ലൈഫ് സ്കിൽസ്? ഇതൊന്നും അല്ലാതെ ഒരുപാട് ലൈഫ് സ്കിൽസ്, there are many life skills which are associated with the life skills. ഈ സ്കില്ലുകൾ മാത്രം ഇതേ രീതിയിൽ നമ്മൾ അറ്റൈൻ ചെയ്തത് കൊണ്ടായില്ല. നമുക്ക് ഇതിനേക്കാൾ ഉപരിയായിട്ട് ധാരാളം ലൈഫ് സ്കിൽസ് കൂടി ഇൻകോർപ്പറേറ്റ് നമുക്ക് സ്വായത്തമാക്കേണ്ടതുണ്ട്. ടൈം മാനേജ്മെന്റ്, ലീഡർഷിപ്പ് ക്വാളിറ്റി, അതേപോലെ തന്നെ there are many soft skills also, there are many survival skills. All these skills are actually incorporated in all these life skills. അതുകൊണ്ട് തന്നെയാണ് സെൽഫ് അവെയർനെസ് എന്ന് നോക്കുമ്പോൾ നമ്മളെ കുറിച്ച് തന്നെ അറിയുകയാണ്. ഒരാളെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മളെ കുറിച്ച് ചിന്തിക്കണം എന്നുള്ളതാണ്. അതായത് അവിടെയാണ് ആ SWOT അനാലിസിസ് ആയിരുന്നു, ഇപ്പൊ SWOT അനാലിസിസ് ആണ് അതിനെ പറയുന്നത്. അത് നമ്മുടെ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെഡ്സ് ഓർ ചലഞ്ചസ്. ഇപ്പൊ നമുക്ക് ത്രെഡ്സ് അല്ല, ചലഞ്ചസ് ആണ്. എപ്പോഴും നമുക്ക് ചലഞ്ചസ് വരുന്ന എപ്പോഴാണ്? ചലഞ്ചസ് എന്ന് പറയുമ്പോൾ അത് പ്രോബ്ലം അല്ല, അല്ലെ ഇഷ്യൂ അല്ല. ആ ചലഞ്ചസ് ആണ്, വെല്ലുവിളികളാണ്. ആ വെല്ലുവിളികൾ നേരിടുമ്പോഴാണ് നമ്മൾ ഒരു നാമായി മാറുന്നത്. ആ വെല്ലുവിളികൾ നേരിടാനുള്ള കഴിവാണ് നമ്മൾ ആർജിക്കേണ്ടത്. വെല്ലുവിളികളാണ് എപ്പോഴും, ആ വെല്ലുവിളികൾ നേരിടാനുള്ള മാനസിക കരുത്തില്ലായ്മയാണ് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ സെൽഫ് അവെയർനെസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്? എനിക്ക് സ്ട്രെങ്ത് ഇല്ലാത്തടത്ത് ഞാൻ കയറി ഇടപെട്ടാൽ എനിക്ക് എന്നും അവിടെ ഒരു സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് സ്ട്രെങ്ത് ഇല്ല, ഞാൻ അവിടെ വളരെ വീക്കാണ്. അതുകൊണ്ട് ഞാൻ ആ വീക്ക്നെസ് ഓവർകം ചെയ്യാൻ, അല്ലെ അവിടെ എന്റെ വീക്ക്നെസ് മാറ്റി സ്ട്രോങ് ആവാൻ, സ്ട്രെങ്ത് കൂട്ടാനുള്ള വഴിയാണ് നോക്കേണ്ടത്. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഒരു പ്രോബ്ലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ആ പ്രോബ്ലം ഞാനൊന്ന് സോൾവ് ചെയ്ത് വരുമ്പോൾ, സിൻസ് ഐ ആം വീക്ക് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ഫീൽഡ്, വിൽ ക്രിയേറ്റ് സോ മെനി അതർ പ്രോബ്ലംസ്. അപ്പൊ ഞാൻ സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതാണ്
അത് നേരിടണം. അവിടെയാണ് നമ്മുടെ സെറ്റിംഗ് ഓഫ് ഗോൾസ് ഒക്കെ വരുന്നത്. സെറ്റിംഗ് ഓഫ് ഗോൾസ് ഈസ് ആക്ച്വലി എ വെരി പ്രാക്ടിക്കൽ ഗോൾ ടു ബി ഓർ എ സ്കിൽ ടു ബി അറ്റൈൻഡ് ബൈ ഓൾ ഓഫ് us. ആ ഗോൾ സെറ്റിംഗിലാണ് എപ്പോഴും നമുക്ക് സ്ട്രെസ് ഒക്കെ വരുന്നത്. അത് അടുത്ത മറ്റേ ടോപ്പിക്കുമായിട്ട് ലിങ്ക് ചെയ്ത് പറയുന്നതാണ് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. അപ്പൊ ഈ സെൽഫ് അവെയർനെസ് ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പ്രാക്ടിക്കൽ ഗോൾ സെറ്റ് ചെയ്യും. എനിക്ക് ഇന്ന് തന്നെയും എയർപോർട്ടിൽ പോയി ഹസ്ബൻഡിനെ വിളിക്കണം എന്നുള്ളത് വളരെ, ഈ ക്ലാസ്സും കൂടി എനിക്ക് എടുക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് ഞാൻ അത് എന്റെ സ്ട്രെങ്ത് എനിക്ക് ഐഡന്റിഫൈ ചെയ്തത് കൊണ്ട്, വീക്ക്നെസ് ഐഡന്റിഫൈ ചെയ്തത് കൊണ്ടും കൂടെയാണ്. എനിക്കിപ്പോ ഇന്ന് ഞാൻ എന്റെ മറ്റേ ക്ലാസ് മാറ്റി വെച്ചത് എന്തുകൊണ്ടാണ്? എന്റെ ഒരു വീക്ക്നെസ് ഞാൻ ഐഡന്റിഫൈ ചെയ്തതാണ്. കാരണം ഞാൻ ഒരു ചെറിയ പവർ പോയിന്റ് ഉണ്ടാക്കി വെച്ചിരുന്നു. എനിക്ക് പക്ഷെ പവർ പോയിന്റോ എന്റെ ലാപ്ടോപ്പ് എടുത്തോ ഒന്നും തന്നെയും ഞാൻ അത്രയും എനിക്ക് ഈ രാത്രിയിൽ ഇങ്ങനെ പോകുമ്പോൾ പറ്റില്ല. അപ്പൊ എനിക്ക് പവർ പോയിന്റ് ആരെ കൊണ്ടെങ്കിലും ഷെയർ ചെയ്യിക്കേണ്ടി വരും. അതെനിക്ക് ഇഫക്റ്റീവ് ആവില്ല. കാരണം ഞാൻ പറയുന്ന പോയിന്റ്സ് പോലെ ആയിരിക്കില്ല ആ പവർ പോയിന്റ് ഷെയറിങ് വരുന്നത്. അപ്പൊ അതിനുള്ള ഒരു ടെക്നിക്കൽ എബിലിറ്റി എനിക്കില്ല. കാറിൽ ഇരുന്ന് അത്രയും ഇത് ഷെയർ ചെയ്ത് ചിലപ്പോ ഇടയ്ക്ക് വെച്ചിട്ട് നെറ്റ് ഡൗൺ ആവാം. നെറ്റ് ഡൗൺ ആവുമ്പോൾ ഈ പവർ പോയിന്റ് അങ്ങ് പോയി കഴിഞ്ഞാൽ എനിക്ക് പിന്നീട് അത് റീകൂപ്പ് ചെയ്യാൻ പാടാണ്, ആകെ അരമണിക്കൂർ. അപ്പൊ അതുകൊണ്ട് എന്റെ ആ ഒരു സ്ട്രെങ്ത്, വീക്ക്നെസ് എനിക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് ഞാൻ അത് ഉപേക്ഷിച്ചിട്ട് ലൈഫ് സ്കിൽസിലോട്ട് മാത്രം ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് അടുത്ത ഒരു പാർട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്നുള്ള രീതിയിൽ ഞാൻ മാറ്റി. ആ മാറ്റാനുള്ള കാരണം എനിക്ക് എന്റെ വീക്ക്നെസ് അറിയാം എന്നുള്ളത് കൊണ്ടും, ഇത് ലൈഫ് സ്കിൽ എന്ന് പറയുന്നത് നമ്മൾ ധാരാളം പറയാൻ പറ്റുന്ന ഒരു ഫീൽഡ് ആയതുകൊണ്ട് അതിന്റെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്, എന്റെ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ആണ് എന്നുള്ളതും ഞാൻ ഐഡന്റിഫൈ ചെയ്ത് വെച്ചത് കൊണ്ടുമാണ് ഒരു കോൺഫിഡൻസോടുകൂടി നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പൊ അതാ അങ്ങനെ ഒരു SWOT അനാലിസിസ്. പിന്നെ ഓപ്പർച്യൂണിറ്റി, ഇതെന്റെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ എന്റെ മാത്രമല്ല, ഞാൻ ഏറ്റവും ആരാധിക്കുന്ന അത്രയും എന്റെ ഗുരു തുല്യരായിട്ടുള്ളവര് അതുപോലെ ഉള്ള എല്ലാവരുടെയും മുൻപില് എന്റെ ഒരു പ്രോഗ്രാം വെച്ചിട്ട് അത് പറ്റില്ല എന്ന് പറയാനുള്ള ആ ഒരു മടി, അത് എനിക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടാണ്. എന്റെ ഒരു എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഞാൻ എത്രമാത്രം ഓരോ എനിക്ക് എന്തെല്ലാം വീക്ക്നെസ് ഉണ്ട്, അതല്ലെങ്കിൽ ഇതിനകത്ത് എന്തെല്ലാം പാളിച്ച പറ്റി, നന്നായി എന്നൊക്കെ നമുക്കൊരു നല്ല ഒരു കൺഡ്യൂസീവ് പ്ലാറ്റ്ഫോം ആണ്. അപ്പൊ അതുകൊണ്ട് ഒരു കൺഡ്യൂസീവ് ലേണിംഗ് പ്ലാറ്റ്ഫോം കിട്ടുമ്പോൾ അത് ഉപയോഗിക്കുക എന്നുള്ളതും എന്റെ ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് കഴിയുമ്പം ഗീത ടീച്ചറെ പോലൊക്കെ ഉള്ളവര്, അല്ലെങ്കിൽ വത്സല ടീച്ചർ, അങ്ങനെയുള്ളവരൊക്കെ തന്നെയും നമ്മളോട് പറയാ ഇന്നത് കൊള്ളാമായിരുന്നു, ഇതിങ്ങനെ വന്നല്ലോ, ഇത് നന്നായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് എനിക്കൊരു കൂടുതൽ മോട്ടിവേഷൻ തരുന്ന ഒരു ഫാക്ടറാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു SWOT അനാലിസിസിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഇതിലോട്ട് വന്നത്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ ഒരു സെൽഫ് അവെയർനെസ് നമുക്ക് എപ്പോഴും ഉണ്ടാവണം എന്നുള്ളതാണ്. അങ്ങനെ അവെയർനെസ് ഉണ്ടെങ്കിൽ ഏത് കാര്യവും, ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു ഇത്. അപ്പൊ എയർപോർട്ടിൽ പോകുന്ന വഴി അതൊരു ചലഞ്ചിങ് സിറ്റുവേഷൻ ആണ് എന്നെ സംബന്ധിച്ച്. പക്ഷെ ഞാൻ ഇതൊന്നും എടുത്തില്ല എന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇറ്റ് ബിക്കംസ് എ പ്രോബ്ലം. എന്നെ അലട്ടിക്കൊണ്ടിരിക്കും ഇത്രയും നേരം. എനിക്കൊന്നും ഞാനൊരു വലിയൊരു തെറ്റാണല്ലോ ചെയ്തത്, എല്ലാം ഇതാക്കി എല്ലാവർക്കും ഇതാക്കി വെച്ച് ഇതേ ഒരു നല്ലൊരു പ്രോഗ്രാം സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കുന്നത് ഞാൻ കാരണം ഡിസ്റ്റർബ്ഡ് ആയല്ലോ എന്നുള്ളത് എന്നെ സംബന്ധിച്ച് അതൊരു വലിയൊരു സ്ട്രെസ് ആയേനെ, ഒരു പ്രോബ്ലം ആയേനെ. അപ്പൊ അതൊക്കെ സോൾവ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഏതൊരു സിറ്റുവേഷൻ വരുമ്പോഴും നമ്മളെ ഒരു സെൽഫ് അവെയർനെസ് നടത്തി നമ്മൾ ഒന്ന് പ്ലാൻ ചെയ്ത് പിന്നെ കുറച്ച് എംപത്തറ്റിക്കും കൂടി ആയാൽ ഉറപ്പായിട്ടും നമുക്ക് നമ്മളുടെ സ്ട്രെസ്സിനെ നമുക്ക് കോപ്പിംഗ് വിത്ത് സ്ട്രെസ്, അല്ലെങ്കിൽ ഇതൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആയി മാറിയേനെ. തീർച്ചയായിട്ടും ഞാൻ അവിടെ പോയി ഹസ്ബൻഡ് വരുന്നവരെയും കിടക്കുമ്പോഴും നാളെ ഇനി ഒരു 1-2 ദിവസം ഒരു കുറച്ച് മണിക്കൂറുകളോളം സ്ട്രെസ് ആയിട്ട് തന്നെ കിടന്നേനെ. എന്നുവെച്ചാൽ ഒരു പ്രോബ്ലം ആയിരുന്നത് കൊണ്ട് നമുക്ക് അത്രയും ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമിൽ പ്രസന്റ് ചെയ്യുന്നതിൽ നിന്ന് മാറേണ്ട ആ ഒരു സിറ്റുവേഷൻ ഓർത്തിട്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് ഒഴിവാക്കി കിട്ടി എന്നുള്ളതാണ് ഇതിൽ നിന്ന് വരുന്നത്. പിന്നെ കോപ്പിംഗ് വിത്ത് സ്ട്രെസ്, ഇതിനെല്ലാം കാരണം എന്താണ്? നല്ലൊരു ഇന്റർപേഴ്സണൽ റിലേഷൻ ഉള്ളത് കൊണ്ടാണ്. ആ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. എനിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത് ഞാൻ അവിടെ അറിയിച്ചു കഴിഞ്ഞു. നേരത്തെ തന്നെ നമ്മൾ കോർഡിനേറ്റേഴ്സിനെ വിളിച്ച് അറിയിച്ചു, എനിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, ഞാൻ അതുകൊണ്ട് എനിക്ക് ഒരു പരിമിതി ഉണ്ട് ഇത് പ്രസന്റ് ചെയ്യുന്നതിന് എന്നുള്ളത് അറിയിച്ചത് കൊണ്ട് തന്നെ അതിന് അറിയിക്കാനുള്ള കാരണം
നമ്മൾ തമ്മിലുള്ള ആ ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻ ആണ്. അത് ഇനി പരിചയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ആ ഒരു തോട്ട് അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് കറക്റ്റ് ആയിട്ട് കൺവേ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ആ റിലേഷൻഷിപ്പ് കൂടുതൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. നമുക്കില്ലാത്തതും അതാണ്. അയ്യോ എന്തു ചെയ്യാം, ഇങ്ങനെ പറ്റിയും പോയി, എനിക്ക് പോകുകയും വേണം. നമ്മൾ ആ സ്ട്രെസ്ഫുൾ ആയിട്ട് അത് പ്രസന്റ് ചെയ്യുമായിരുന്നു. ഞാൻ ഈ കാര്യം അറിയിക്കുന്നേ ഇല്ല എന്ന് വിചാരിക്കാം. ഞാൻ കാറിലാ പോകുന്നതെന്ന് ആരും അറിയുന്നില്ല, ഞാൻ ഇങ്ങനെ ആണെന്ന് അറിയുന്നില്ല, ഞാൻ മൈക്ക് ഓഫ് ചെയ്ത് അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് നെറ്റ് പോയോ, ഇതുപോലെ ഡാർക്ക് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലോ ഇരുന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നുള്ളൂ. അപ്പൊ അതൊക്കെ എന്റെ മനസ്സിലും സ്ട്രെസ് വരും, മറ്റുള്ളവർ അറിയുന്നുമില്ല. അവര് അറിയുന്നത് കൊണ്ട് നമ്മളെ ആ തരത്തിൽ അക്സെപ്റ്റ് ചെയ്യുകയും നമ്മുടെ സ്ട്രെസ് റിലീസ് ആവും. അപ്പൊ ഈ ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എപ്പോഴും എല്ലാവർക്കും ആവശ്യമാണ്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ നമ്മൾ ഇഫക്റ്റീവായിട്ട് കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വഴി ഇഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ ഉറപ്പായിട്ടും അതും നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനും നമുക്കൊരു ഹാപ്പി ലൈഫ്, ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുന്നതിനും ഒരു ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യുന്നതിനും നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. അങ്ങനെ നമുക്കൊരു അതിനെല്ലാം നമുക്ക് തോന്നുന്നത് ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് സിറ്റുവേഷൻ നമുക്ക് വരും, ക്രിയേറ്റീവ് ആകുന്നു. നമ്മൾ പല ഓപ്ഷൻ, എനിക്ക് ഇങ്ങനെ ഒരു പെട്ടെന്ന് ഇങ്ങനെ വരുന്നു, നമുക്ക് അന്നേരം ഊബർ ഒക്കെ പിടിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് ലഗേജ് കൂടുതലുണ്ട്, അവിടെ പോയി വിളിക്കണം, വിളിച്ചിട്ട് ഞങ്ങൾക്ക് വരുന്ന വഴി വേറൊരു സ്ഥലത്ത് കയറണം, അതാണ് ഞങ്ങൾ പോയി വിളിക്കേണ്ടതും വരുന്നത്. അപ്പൊ അങ്ങനെ പോയി വിളിച്ച് കൊണ്ടുവരണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ പല പല ഓപ്ഷൻസ് നോക്കിയായിരുന്നു. അങ്ങനെ നോക്കിയ ഓപ്ഷൻസിലാണ് ഇതിങ്ങനെ വന്നു. ഡ്രൈവ് ചെയ്യാനായിട്ട് ഒരാളെ സംഘടിപ്പിച്ചു. ഡ്രൈവ് ചെയ്യുവേ ഇതും കൂടെ ആയാൽ എനിക്ക് ഒരിക്കലും ക്ലാസ് എടുക്കാൻ പറ്റൂല. അപ്പൊ ഡ്രൈവിങ്ങിന് ഒരാളെ കിട്ടി. അപ്പൊ അങ്ങനെ അത് നോക്കി ആ ഓപ്ഷൻ എല്ലാം എടുത്ത് ക്രിയേറ്റീവ് ആയിട്ട് നമ്മൾ ചിന്തിച്ചത് കൊണ്ടാണ് പറ്റിയത്. അതിനുവേണ്ടി ആളിനെ പെട്ടെന്ന് തന്നെ ഒപ്പിച്ചു, അത് പിന്നെ കിട്ടി. അത് കഴിഞ്ഞ് രണ്ട് പേരെ വിളിച്ചു വെച്ചു, ഒരാൾ വന്നില്ലെങ്കിൽ മറ്റേ ആളെ വിളിക്കാനായിട്ട്. അപ്പൊ അവര് ഡ്രൈവ് ചെയ്ത് നമ്മളെ ഇവിടെ വരെ കൊണ്ടുവന്നു. അപ്പൊ കൊണ്ടുവന്ന് കഴിയുമ്പോ ഞാൻ ഇവിടെ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാ ഫ്ലൈറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ ലഗേജ് വന്നാലും നമുക്കിത് വണ്ടി പുറത്താ കിടക്കുന്നത്, അകത്ത് കയറ്റണം എന്നുണ്ടെങ്കിലും ഒക്കെ ബുദ്ധിമുട്ട് വരും. അപ്പൊ അതെല്ലാം നമ്മൾ ക്രിട്ടിക്കലായിട്ട് ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിച്ചു നോക്കി എന്തൊക്കെ ഓപ്ഷൻ, അതിൽ നിന്ന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ എടുത്തു. അങ്ങനെ ഒരാള് സമ്മതിച്ചു, ആളെ വിളിച്ചു. അപ്പൊ നമുക്ക് അങ്ങനെ അതെല്ലാം പ്രോബ്ലം എല്ലാം നമ്മള് സോൾവ് ചെയ്തു. അങ്ങനെ ഒരു നല്ല ഡിസിഷൻ എടുത്തത് കൊണ്ട്. അപ്പൊ ഇതുപോലെയാണ് നമ്മളുടെ ഓരോ പ്രോബ്ലം, ഓരോ സിറ്റുവേഷനും നമ്മൾ വിചാരിച്ചിരിക്കാതെ വരുന്ന ഓരോ സിറ്റുവേഷൻ ആണ് നമുക്ക് എപ്പോഴും പ്രോബ്ലംസ് അല്ലെ ഒരു അൺഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും ഒഴുക്കിനൊപ്പിച്ച് നീന്താൻ ആഗ്രഹിക്കുന്നവരാണ് മെജോറിറ്റി ആൾക്കാരും. ഒഴുക്കിനെതിരെ നീന്താൻ ആഗ്രഹിക്കുന്നവര് വളരെ കുറവാണ്. പക്ഷെ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട്. ഇന്നത്തെ യുവതലമുറ ഒഴുക്കിനെതിരെ നീന്തി നേടാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ള റീസൺ നമ്മുടെ പഴയ കാലത്ത് നമ്മളുടെ ആ ഒരു നല്ല ഒരു മോൾഡിങ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഇതെല്ലാം ഇങ്ങനെ ആയി വരുന്ന ആ ഒരു ടൈമില് നമ്മൾ എപ്പോഴും ഒഴുക്കിനെതിരെ നീന്തേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. കാരണം നമ്മുടെ ഡെവലപ്മെന്റ്സ് വളരെ സ്ലോ ആയിരുന്നു, ഒരു മാർക്ക്ഡ് ചേഞ്ചസ് ഒന്നും ഉണ്ടാകാറില്ലായിരുന്നു. അതേസമയം ഇപ്പോഴങ്ങനല്ല, വളരെ പെട്ടെന്നാണ്, ഫാസ്റ്റ് ആയിട്ടാണ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത്. മറ്റേടത്ത് നമ്മുടെ കംഫർട്ട് സോൺ കൂടുതലാണ്. നമുക്ക് സത്യം പറഞ്ഞ കംഫർട്ട് കുറവായിരുന്നെങ്കിലും ഇപ്പോഴത്തെ അത്രയും ഫെസിലിറ്റീസ് ഒക്കെ ഒന്നുമില്ല. പക്ഷെ നമ്മുടെ കംഫർട്ട് സോൺ കൂടുതലായിരുന്നു. കാരണം നമുക്ക് പെട്ടെന്നൊരു ഡിസ്റ്റർബൻസ് ഒന്നും വരില്ല. നമുക്ക് ഒരു കുറെ വർഷങ്ങളോളം നമ്മൾ പോകുന്ന അതേ പോക്കിലങ്ങ് പോകാം. എപ്പോഴും ഒരാൾ ആഗ്രഹിക്കുന്ന അത് തന്നെയാണ്, ഒരു ഡിസ്റ്റർബൻസ് വരാതെ അങ്ങ് പോകാം. ഇത് കൊള്ളാം, നമുക്ക് ഇങ്ങനെ അങ്ങ് പോകാം, ഇനി മാറണ്ട എന്നുള്ളതാണ്. പക്ഷെ ഇന്നത്തെ കാലം അതല്ല. ഇന്ന് ഓരോ ദിവസവും ഒരുപാട് ചേഞ്ചസ് വരുവാണ്. സൊസൈറ്റി മാറുന്നു. അതിന് കാരണം ഡെവലപ്മെന്റ്സ് ആണ്. സയൻസും ടെക്നോളജിയും എല്ലാം തന്നെയും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് മാറിയേ പറ്റൂ എന്നുള്ളത് കുഞ്ഞുങ്ങൾ, അതായത് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ അതിൽ യൂസ്ഡ് ആണ്. അവരെപ്പോഴും മാറുവാണ്. ഇന്ന് തന്നെയും ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ്സും സെറ്റ് ഓഫ് ആപ്ലിക്കേഷൻസും ആപ്സും ഒക്കെ അവർ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നാളെ തന്നെ കമ്പനി അല്ലെ നാളെ കഴിയുമ്പോൾ കമ്പനി മാറ്റുവാണ് ആ ആപ്സും ആ ഫെസിലിറ്റീസും ആ മോഡ് ഓഫ്
എന്താണോ ആ മോഡ് ഓഫ് ഓപ്പറൻഡി എല്ലാം അവരങ്ങ് ചേഞ്ച് ചെയ്യുവാണ്. അത് ഏതൊരു ഇതിലും ടീച്ചിങ്ങിൽ തന്നെ നോക്കൂ, നമ്മള് വന്നുകൊണ്ടിരുന്ന നമ്മൾ എന്ത് ആശങ്കാകുലരാണ്. ആ ഇറ്റപ്പ് വരുമ്പോ എന്ത് സംഭവിക്കും, അതുപോലെ തന്നെ ഇനി ഇപ്പം NEP 2020 ഇംപ്ലിമെന്റ് ചെയ്താൽ എന്ത് സംഭവിക്കും, ഇത്രയും ആശങ്കയ്ക്ക് കാരണം എന്താണ്? നമ്മളെ കംഫർട്ട് സോൺ വിട്ട് മാറാനായിട്ട് നമ്മുടെ ഒരു ആ ഒരു മാറുന്നതിനോടുള്ള നമ്മുടെ ആ ഒരു ആറ്റിറ്റ്യൂഡാണ്, മാറാൻ ഇഷ്ടമില്ലാഴികയാണ്. നമുക്ക് കംഫർട്ടായിട്ട് പോണം എന്നുള്ളതാണ്. ഇതെല്ലാ മാറ്റങ്ങളും നല്ലതിന് വേണ്ടിയാണ്. ഇത് മാറുന്നതിന് നമ്മൾ വിചാരിക്കുന്ന അത്ര യാതൊരുവിധ ആശങ്കയും നമ്മുടെ യുവതലമുറയ്ക്കില്ല. യുവതലമുറ എന്ന് ഉദ്ദേശിച്ച നെറ്റിസൺസിനെയാണ്. ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന 35 അല്ലെ 40 വയസ്സുള്ള സമൂഹമല്ല, അവർക്കും നമ്മുടെ അത്രയും ഇല്ലെങ്കിലും കുറച്ചൊക്കെ മാറ്റം ഇഷ്ടമാന്നേ ഉള്ളൂ, അവർക്കും പെട്ടെന്ന് വന്നിട്ടില്ല. അതേസമയം ഒരു 35 ബിലോ ഉള്ളവരോട് നമ്മൾ ചോദിച്ചാൽ അവരിതിലൊക്കെ ലീസ്റ്റ് ബോധേർഡ് ആണ്. ഒന്നില്ലെങ്കിൽ മറ്റുള്ളത്. ഈ അടുത്തിടെ തന്നെയും നമുക്ക് കാണാൻ കഴിഞ്ഞത് ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സിനെ എനിക്ക് കാണാനിടയായി. അത് ഒരു ട്രാവൽ ചെയ്ത ടൈമിലാണ്. അപ്പൊ ആ ഡോക്ടേഴ്സ് പോകുന്ന എന്തിനാണോ അവരൊരു കോണ്ടന്റ് റൈറ്റേഴ്സ് ആകാൻ പോകുന്നു പോലും. അവര് പറയുന്നത് ഇനിയിപ്പം ഡോക്ടേഴ്സിന് വെറുതെ PG എടുത്ത് സമയമൊക്കെ കളയുന്നതിനേക്കാളിൽ നല്ലത് മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ കോഴ്സ് അല്ല, വേറെന്തോ ഒരു കണ്ടന്റ് റൈറ്റിംഗ്. എനിക്ക് അത്ര മനസ്സിലായില്ല. പിന്നെ ആ കുട്ടികളും ഒരു ന്യൂ ജെൻ ആയതുകൊണ്ട് നമ്മളോട് ഒരുപാട് അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനുള്ള സമയം അവർക്കില്ല. അവർ വേറെ ഓരോ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നോണ്ട് പിന്നെ അവരെയും ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് കരുതി പിന്നീട് ഇനി ഞാൻ വിചാരിച്ചു വേറെ ആരോടെങ്കിലും ചോദിച്ചു മനസ്സിലാക്കാം. അവർ ആ കോഴ്സ് എവിടോ ഉണ്ട്, അത് തേടി പോവാണ്. കാരണം ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത് അത്രയും മാറ്റങ്ങളോട് വളരെ അനുഭാവപൂർവം പ്രതികരിക്കുന്നവരാണ്. നമ്മളാണ് അതിന് പ്രതികരിക്കാത്തത്. അതുകൊണ്ട് തന്നെ നമുക്കാണ് കൂടുതൽ സ്ട്രെസ്സും പ്രോബ്ലംസും. ഈ കാര്യത്തിൽ ഇന്നത്തെ തലമുറയ്ക്കില്ല. പക്ഷെ ഇന്നത്തെ തലമുറയുടെ പ്രോബ്ലം എന്താണ്? അവർക്ക് റൈറ്റ് ഏതാണ് റോങ് ഏതാണെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ആ ഒരു മെന്റാലിറ്റി. റൈറ്റ് റോങ് എന്ന് ഉദ്ദേശിച്ചത് അവർക്ക് റൈറ്റ് ആയിട്ട് ഒരാളെ ഐഡന്റിഫൈ ചെയ്യാൻ ഇന്നത്തെ ആ ഒരു ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുന്നത്, പിയേഴ്സ് എന്ന് പറയുന്നത്, പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ്, ഇതൊക്കെ വളരെ ഒരു വേറൊരു അവസ്ഥയിലേക്ക് പോവാണ്. അപ്പൊ പിയർ ഗ്രൂപ്പിനിടയിൽ നോ എന്ന് പറയാനുള്ള ആ ഒരു ടെൻഡൻസി, ദാറ്റ് ഈസ് എബിലിറ്റി ടു സേ നോ, അതൊരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ ഒരു ആസ്പെക്ട് ആണ്. അത് കുറവാകുന്നത് ഒരു വലിയ പ്രശ്നമാണ്. അപ്പൊ അത് നോ എന്ന് പറയാൻ ഉള്ള ഒരു മെന്റാലിറ്റി ഉള്ളവരും ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും നമുക്കറിയാം മാറുന്ന സാഹചര്യത്തില് ഇന്ന് കുട്ടികൾക്ക് ഈ ഒരു സോഷ്യൽ മീഡിയ അതല്ലെങ്കിൽ അതുപോലെയുള്ള ഈ മുതിർന്നവരുടെ ഒരു പേരന്റൽ ഓർ അഡൽട്ട് പീപ്പിളിന്റെ ഒരു ആറ്റിറ്റ്യൂഡ്, അവരുടെ ഒരു അൺഡ്യൂ റെക്കഗ്നീഷൻ കൊടുക്കുന്ന പേരൻസ്, അതുപോലെ മെന്റർഷിപ്പ്, അത് വേറൊരു കാര്യം, പിന്നെ ഡ്രഗ് അബ്യൂസ്, ട്രാഫിക്കിങ്, പിന്നെ ഒരുപാട് സോഷ്യൽ മീഡിയയുടെ വലിയൊരു അതിപ്രസരം അത് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഡ്രഗ് അബ്യൂസസ്, മെയിൻ സബ്സ്റ്റൻസ് അബ്യൂസസ്, ഇതെല്ലാം കൂടി വരുമ്പോഴാണ് ഇവർക്ക് ഓരോരുത്തർക്കും മാറ്റം വരുന്നത്. ആ മാറ്റം അല്ലാതെ മാറ്റങ്ങളെ അവർ സൗഹൃദപൂർവം ഫ്രണ്ട്ലി ആയിട്ട് കാണുന്നുണ്ടെങ്കിലും അവരിൽ ഇങ്ങനെ ഒരു മാറ്റം പണ്ടുള്ളതിൽ കൂടുതൽ ഉണ്ടാകുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ മുതിർന്നവരായോണ്ട് നമുക്കറിയാം പണ്ടും ഇങ്ങനെയുള്ള അട്രോസിറ്റീസും അബ്യൂസസും ഒക്കെ ഒരു പരിധി വരെ ഫാമിലിയിൽ നടക്കുന്നുണ്ടെന്നുള്ളത് ഞാൻ ഒരു പ്രോജക്റ്റ് ചെയ്ത സമയത്ത്, അതായത് 2012-13 ഞങ്ങൾ ഒരു റീപ്രൊഡക്റ്റീവ് സെക്ഷുവൽ ഹെൽത്തും ഒക്കെ ആയിട്ട് ചേർന്നിട്ട് അതിന്റെ ഒരു ടോപ്പിക് ഞാൻ ചെയ്തിരുന്നു. ഒരു മേജർ റിസർച്ച് പ്രോജക്ട് UGCയുടെ. അതിന്റെ ഭാഗമായിട്ട് വിമൻസ് കോളേജില് അവരുടെ ഒരു വിമൻ സെല്ലില് പോയിട്ട് കുറെ കാര്യങ്ങൾ കളക്ട് ചെയ്യണമായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ശരിക്കും പറഞ്ഞാല് ഒരു റിസർച്ച് ഫെലോഷിപ്പ് കിട്ടിയതാണ്. അത് കിട്ടിയത് ഞാൻ ഡെവലപ്മെന്റ് ഓഫ് കരിക്കുലം ഫോർ കർബിംഗ് അട്രോസിറ്റീസ് എഗൻസ്റ്റ് വിമൻ എന്ന് പറഞ്ഞ് ഒരെണ്ണം കൊടുത്താണ്. ആ സർജറിയുടെ ടൈം ആയതുകൊണ്ട് എനിക്കത് പ്രസന്റ് ചെയ്യാൻ പോകാഞ്ഞത് കൊണ്ടാണ് എന്റെ അത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് നഷ്ടമായത്, ആ റിസർച്ച് അവാർഡ് UGCയുടെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ അവാർഡ് കിട്ടുന്ന അതിനു വേണ്ടി ആ പ്രോജക്ട് റിസർച്ച് ചെയ്യാനുള്ള എല്ലാ മെറ്റീരിയൽസും കളക്ട് ചെയ്തത് ഞാൻ വിമൻസ് കോളേജിന്റെ വിമൻസ് സെല്ലിൽ പോയാണ്. അവിടെ പോയി അവർ ഒരുപാട് സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്.
അപ്പൊ ആ സ്റ്റഡീസ് നടത്തുമ്പോൾ നമുക്കറിയാം അതിനകത്ത് ഈ പണ്ട് കാലത്തും ഒരുപാട് അട്രോസിറ്റീസ്, അത് കൂടുതലും ഈ കസിൻസും പേരൻസും ഈ ജോയിന്റ് ഫാമിലി ആകുമ്പോൾ ഒരുമിച്ച് നിൽക്കുന്നിടത്തും ഒക്കെ നടക്കുന്ന ഓരോ അട്രോസിറ്റീസും വായിക്കുമ്പോഴും ഒക്കെയാണ് നമുക്ക് അവരുടെ സ്റ്റഡീസിന്റെ നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അത്രയും. അത് ഇന്നൊന്നും നമ്മൾ ഇന്നിപ്പോ പേപ്പറിൽ വരുന്നു കുറെ കാണുന്നു, പക്ഷെ മെഡിക്കൽ കോളേജിലും മറ്റേടും ഒക്കെ നടക്കുന്ന വണ്ണമല്ല, ഫാമിലീസിലെയാണ് അവര് ചെയ്തിരിക്കുന്നത്. നമുക്ക് തന്നെ അതിശയം തോന്നും. ഈ അമ്മാവന്മാര്, പിന്നെന്താണ് അവരുടെ കസിൻ ബ്രദേഴ്സ്, പിന്നെ വീട്ടിൽ നിൽക്കുന്ന ജോലിക്കാരന്മാര് പിള്ളാര്, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഓരോന്ന് കാണുമ്പോ അച്ഛന്റെ ബ്രദേഴ്സ്, അവരുടെ കസിൻസ് ഒക്കെ കാണും അങ്ങനെയുള്ള അവിടെ ഉണ്ട് സ്റ്റഡീസ്. അപ്പൊ അത് വളരെ ഒരു സീക്രട്ട് ആണ്. നമ്മൾ ഇതിനു വേണ്ടി ചെയ്തിരിക്കുന്നതുകൊണ്ട് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള പലതും നമ്മൾ പലയിടത്തു നിന്ന് കളക്ട് ചെയ്തിരുന്നു. കാരണം നമുക്ക് അതുപോലുള്ള ഒരു കരിക്കുലർ ഇത് ചെയ്യാനായിട്ട് ഭാവിയിലെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നു. പിന്നീട് അതൊന്നും നടന്നില്ലെന്നേ ഉള്ളൂ. കുറെ അതിന് വേണ്ടിയിട്ടുള്ള കോ കരിക്കുലർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് ടു റിഡ്യൂസ് അട്രോസിറ്റീസ് ഓർ കർബ് അട്രോസിറ്റീസ് എഗൻസ്റ്റ് വിമൻ എന്നും പറഞ്ഞാണ് കൊടുത്തിരുന്നത്. അപ്പൊ അന്ന് വായിച്ച ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അതെനിക്ക് ആലോചിക്കുന്ന പോലും ഇഷ്ടമില്ല. അതുപോലുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് അന്നും ഉണ്ട് ഇതെല്ലാം, പക്ഷെ അന്ന് ഇത്രയും സോഷ്യൽ മീഡിയ ഒന്നും ഡെവലപ്ഡ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാരും അത് മറച്ചു വെക്കുന്നതായിട്ടാണ് എല്ലാം കണ്ടത്. ആരോടും പറയാതെ മറച്ചു വെച്ചിരുന്നു. അതേസമയം ഇന്നങ്ങനല്ല, അതെല്ലാം കുറെയൊക്കെ മറച്ചു വെക്കാതിരിക്കുന്നു. പിന്നെ കുറെയൊക്കെ ചാനൽ തന്നെ അത് ഉയർത്തിക്കൊണ്ടുവരുന്നു. എന്നാലും ഇന്ന് മറച്ചു വെക്കുന്ന കേസസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉറപ്പായിട്ടും അന്നത്തെ വായിക്കുമ്പോൾ ഇന്ന് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് ന്യൂക്ലിയർ ഫാമിലിയാണ്, പിന്നെ കുറച്ചുകൂടി മീഡിയ ഒക്കെ ഇത്രയും നമ്മളെ വിജിലന്റ് ആക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്നൊക്കെ ഒന്ന് മാറാൻ. എങ്കിലും പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇതെല്ലാം ഈ ലൈഫ് സ്കിൽസിന്റെ അഭാവം കൊണ്ട് മാത്രമാണ്. ലൈഫ് സ്കിൽസ് എന്ന് പറയുമ്പോൾ ഇത്രയും സ്കിൽസിനകത്ത് വരുന്ന ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഹെൽത്തി ലൈഫ് ഹാബിറ്റ്സ്, ഹെൽത്തി ആൻഡ് ഹൈജീനിക് പ്രാക്ടീസസ്. അത് എല്ലാ തരത്തിലും ഉണ്ട്. നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിന്റെ ആവാം, സെക്ഷുവൽ റിലേഷൻഷിപ്പിൽ പോലും ഹെൽത്തി ആൻഡ് ഹൈജീനിക് പ്രാക്ടീസസ് ലൈഫ് സ്കിൽസിൽ ഇതിനകത്ത് ഓരോന്നിലും വരുന്നുണ്ട്. അപ്പൊ ആ കോമ്പണൻസ് എല്ലാം ഇവിടെ പറയുന്നതാണ്. ഒരു ഫാമിലി ലൈഫിൽ വേണ്ട സന്തോഷങ്ങൾ എന്തെല്ലാം ആസ്പെക്ട്സ്, ഇതിലെല്ലാ ആസ്പെക്ട്സും വരുന്നുണ്ട്. നമ്മളൊരു ഫാമിലിയിൽ എപ്പോഴും ഓരോരുത്തരെയും ഒന്ന് സ്വോട്ട് അനാലിസിസ് നടത്തിയാൽ, നമ്മൾ ഓരോരുത്തരും റിഫ്ലക്ട് ചെയ്താൽ നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത്, അത് പെരുമാറ്റ ദൂഷ്യമാണത്, വീക്ക്നെസ് ആണ്. നന്നായിട്ട് ഇഫക്റ്റീവായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഒരേ കാര്യം നമുക്ക് എത്ര തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അത് നമ്മൾ ഇഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഫാമിലിയിലുള്ള മറ്റു മെമ്പേഴ്സും നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യും. അത് അക്സെപ്റ്റ് ചെയ്യുന്നത് വഴി അവരുടെ ആ വീക്ക്നെസ് നമുക്ക് കൂടുതൽ സ്ട്രെങ്ത് ആക്കി മാറ്റാൻ പറ്റും, അല്ലെ അതിലോട്ട് മാറ്റാൻ പറ്റും. അവരുടെ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതല്ലേ അവരത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കും. അവര് നമ്മളോടെല്ലാം തുറന്നു പറയും. ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഫാമിലിയിൽ ഏറ്റവും കൂടുതൽ വേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ തന്നെ അവിടെ ഒരു നല്ല ബോണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യും. നമുക്ക് എന്തും പറയാം എന്നുള്ളത് കൊണ്ട്. ഇന്നിപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ ഇതുപോലെ യാത്ര പോകുന്നു അങ്ങനെ പറയാനുള്ള ഒരു സ്പേസ് എനിക്കുള്ളത് കൊണ്ടാണ്. പക്ഷെ ചിലപ്പോൾ വേറെ ഒരു ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ആണെങ്കിൽ ചിലപ്പോ എനിക്ക് ഇങ്ങനെ പറയാൻ സാധിക്കുമോ എന്നറിയില്ല. പക്ഷെ എന്റെ രീതിക്ക് അത് പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് സ്ട്രെസ് റിലീവ്ഡ് ആയി കഴിയുമ്പം നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുമല്ലോ, ഇനി നെറ്റ് പോയാലും കുഴപ്പമില്ലല്ലോ എന്നുള്ള കോൺഫിഡൻസോടുകൂടി നമുക്ക് പറയാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും ഇങ്ങനെയുള്ള ഒരു വീക്ക്നെസ്സോ അല്ലെങ്കിൽ ഒരു ത്രെറ്റോ വന്നാല് ഞാനത് റിവീൽ ചെയ്യാറുണ്ട്. അതാണ് നമ്മുടെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. അത് ഫാമിലിയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ എനിക്ക് തോന്നുന്നത് എന്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നുമാണ് നമുക്ക് യാതൊരുവിധ അങ്ങനെയുള്ള ഒരു ഇത് വരാതെ നമുക്കൊരു ഹെൽത്തി ഹാപ്പി ലൈഫ് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പിന്നെ എല്ലാവർക്കും തെറ്റുകളും കുറ്റങ്ങളും പറ്റാം. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ തെറ്റുകളുടെ എണ്ണം കുറയും. അഥവാ തെറ്റു പറ്റിയാലും അത് നമ്മൾ അറിയും അവരുടെ വീക്ക്നെസ് ആയിട്ട്. അതിനെ ഓവർകം ചെയ്യാനായിട്ട് മറ്റുള്ള മെമ്പേഴ്സിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ നമുക്ക് ആരൊക്കെയോ ഉണ്ട് ഫോർ സോൾവിങ് പ്രോബ്ലം. ബിക്കോസ് വി നോ ദാറ്റ് we alone cannot solve all problems. ഒരിക്കലും പറ്റൂല. എത്ര വിദഗ്ധരാണെങ്കിലും
ഇനി എന്തെല്ലാം നൈപുണികളുടെ ഏറ്റവും വളരെ സ്ട്രോങ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും certain situations they need assistance of some others to solve problems. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരാളുണ്ട്, നമുക്ക് അഥവാ നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ ആളുണ്ട് എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ് ആണ്. ഇതൊക്കെ നമുക്ക് സ്ട്രെസ് കുറയ്ക്കുകയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൂടുതൽ ഹാപ്പിനെസ്സോട് കൂടി പോവുകയും മറ്റുള്ളവരോട് മറ്റുള്ളവർക്കും നമുക്ക് നമ്മളുടെ ഒരു പ്രസൻസ് കൊണ്ട് അവർക്ക് സന്തോഷം ഉണ്ടാകാൻ സാധിക്കുകയും അവർക്കും നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റും. നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് നമുക്കൊരു യൂസ് ഉണ്ട്, അല്ലെ നമ്മളെ കൊണ്ട് നമ്മുടെ സൊസൈറ്റിക്ക് ഒരു യൂസ് ഉണ്ട് എന്നുള്ള ബോധം നമ്മൾ ഇന്റേണലൈസ് ചെയ്യും അറിയാതെ തന്നെ. അത് നമ്മൾ ഒരുപാട് കാലം കഴിയും തോറും അത് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്യും. അപ്പൊ അതെല്ലാം നേടിയവരും അത് ഞാൻ പറയാതെ തന്നെ മനസ്സിലാക്കിയവരുമാണ് എല്ലാവരും. അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ലൈഫ് സ്കിൽസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ജീവിത നൈപുണികൾ നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും അത് ഡെവലപ്പ് ചെയ്യുകയും വേണം. ജീവിത നൈപുണി ഏറ്റവും കൂടുതലുള്ളത് വീട്ടമ്മമാർക്കാണ്. ആ വീട്ടമ്മമാർക്ക് ജീവിത നൈപുണി ഉണ്ടോ, ആ വീടൊരു സ്വർഗം തന്നെയായിരിക്കും. അതുകൊണ്ടാണ് പലരും പറയുന്നത്, നമ്മള് വീട്ടില് ഒരു സ്ത്രീ വളരെ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ, സ്ട്രോങ് എന്ന് പറഞ്ഞാൽ ആ വീട് ഭരിക്കുന്ന സ്ത്രീന്നോ നമ്മൾ പറയുന്ന ആ ഒരു വേറൊരു നെഗറ്റീവായിട്ട് തോന്നുന്ന സർക്കാസ്റ്റിക് ഒരു ഭരണമല്ല ഉദ്ദേശിച്ചത്. വളരെ പോസിറ്റീവായിട്ട് ആ വീടിനെ നയിച്ചു കൊണ്ടുപോകാൻ, ആ നയിക്കുന്നതിനകത്ത് അവരുടെ ഒരു കെയറിങ് ഉണ്ടാവും, ഷെയറിങ് ഉണ്ടാവും, അവരുടെ അഫെക്ഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ അവരുടെ ഒരു ഡെമോക്രസി ഉണ്ടാകും, അവരുടെ ഒരു ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പും ഉണ്ടാവും. ഇതെല്ലാം കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സ്ത്രീക്കാണ് ഏറ്റവും കൂടുതൽ ജീവിത നൈപുണ്യം ഉള്ളത്. നമുക്കറിയാം, ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത പണ്ടത്തെ അമ്മച്ചിമാര് അല്ലെങ്കിൽ പണ്ടത്തെ അമ്മൂമ്മമാർക്കൊക്കെയുള്ള ജീവിത നൈപുണി ആ ജോയിന്റ് ഫാമിലിയെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന അവരുടെ ജീവിത നൈപുണികൾ കൊണ്ടാണ്. അവർക്ക് എമ്പതി ഉണ്ട്. ആ എമ്പതി ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ക്വാളിറ്റീസ്, ടോളറൻസും പേഷ്യൻസും അങ്ങനെയുള്ളതെല്ലാം ഉണ്ടാവും. അപ്പൊ അതെല്ലാം നമുക്ക് ജീവിത വിജയത്തിന് ആവശ്യമാണ്. അപ്പൊ അതിനുള്ള എല്ലാ നൈപുണികളും ലൈഫ് സ്കിൽസ് ആർജിക്കുന്നത് വഴി ലഭിക്കും. അതാണ് നമ്മൾ വിദ്യാഭ്യാസത്തിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. ഇന്റലിജൻസ് ഇപ്പൊ തന്നെയും മാത്യു ഫ്ലോസിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ക്ലാസ് നടക്കുന്നുണ്ട്. നമ്മള് സ്റ്റുഡൻസിനോട് പറഞ്ഞു, നിങ്ങൾക്ക് അവിടെ 300 റുപ്പീസേ ഉള്ളൂ. കഴിഞ്ഞ ഒരു 4 മാസം മുമ്പ്, 3 months ബാക്ക് ആണ്, സോറി, മെയ് ജൂൺ ജൂലൈ ആ ടൈമിലാണ് ഇവര് വേറൊരു കോഴ്സ് നടത്തിയിരുന്നത്. അന്ന് 400-500 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നിടത്ത് ഇന്ന് 100 സ്റ്റുഡൻസേ ഉള്ളൂ. കാരണം ഇതെല്ലാം ഈവൻ എനിക്ക് പോലും ഇന്നലെയൊക്കെ പറഞ്ഞ അതെല്ലാം നമ്മൾ വെറുതെ ഒന്ന് നോക്കുമ്പോ അതെല്ലാം കിട്ടുന്നുണ്ട്. വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആപ്പുകളാണ് ഇപ്പൊ ഉള്ളതെല്ലാം. എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതുകൊണ്ടാണ്. അപ്പൊ അതിങ്ങനെ വളരുന്ന ഈ ഒരു അവസരത്തിൽ നമുക്ക് ഈ നോളജ്, അറിവും ഒന്നും അല്ല വേണ്ടത്. അറിവല്ല കുട്ടികൾക്ക് പകർന്നു കൊടുക്കേണ്ടതും. ഇന്ന് പകർന്നു കൊടുക്കേണ്ടത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ജീവിത നൈപുണികളാണ്. അത് വെറുതെ പകർന്നു കൊടുക്കുവല്ല, ഈ അറിവ് ഷെയർ ചെയ്യുന്നത് വഴി അവർ ആർജിച്ചെടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ലൈഫ് സ്കിൽസ് എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് ആയിട്ട് പോകേണ്ട ഒരു കോഴ്സ് അല്ലെന്നും അത് മറ്റുള്ള സബ്ജക്റ്റുകൾ പഠിക്കുന്നത് വഴി അവർക്ക് ഡെവലപ്പ് ചെയ്യേണ്ട സ്കില്ലുകളാണെന്നും പറയുന്നത്. ഇനിയും ലൈഫ് സ്കിൽസ് ഇന്ന് എങ്ങനെയാണ്, അത് കഥയും എല്ലാവർക്കും അറിയാമായിരിക്കും. എങ്കിലും ആ കഥ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തേക്കൊന്ന് അവസാനിപ്പിക്കുകയാണ്. കാരണം ലൈഫ് സ്കിൽസ് ആമയുടെയും മുയലിന്റെയും കഥയാണ്. ആമയും മുയലിന്റെയും കഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആമയും മുയലും പന്തയം വെക്കുന്നു, ഓട്ടം തുടങ്ങുന്നു. മുയലിന് ആമയോട് പുച്ഛമാണ്. കാരണം മുയലിന്റെ സ്ട്രെങ്ത് അറിയാം. മുയലിന് ഭയങ്കരമായിട്ട് ഓടിപ്പോയി അവിടെ പെട്ടെന്ന് തീരും. ആമയുടെ വീക്ക്നെസ്സും മുയലിനറിയാം. ആമയുടെ വീക്ക്നെസ് എന്ന് പറഞ്ഞ എഴഞ്ഞെഴഞ്ഞു മാത്രമേ ആമ വരികയുള്ളൂ. അപ്പം ആമയ്ക്കും മുയലിന്റെ സ്ട്രെങ്ത്തും അറിയാം. അങ്ങനെ എങ്കിലും ആമ ആ ചലഞ്ച് ഏറ്റെടുക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യും? അയ്യോ, അവൻ അങ്ങ് ഓടി രക്ഷപ്പെടും, അവനായിരിക്കും ഫസ്റ്റ്, എന്നാ പിന്നെ ഞാൻ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നേ ഇല്ല എന്ന് പറഞ്ഞ് നമ്മളിങ്ങ് മാറിപ്പോവാ ചെയ്യുന്നത്.
പക്ഷെ ആമ അങ്ങനല്ലായിരുന്നു. ആമയ്ക്ക് ആമയുടെ വീക്ക്നെസ് അറിയാം, ആമയുടെ സ്ട്രെങ്ത് ആമയ്ക്ക് അറിയാമായിരിക്കും. ആമ ഒരു സ്ഥിരോത്സാഹിയാണ്, അത് മാത്രം അറിയാം. വീക്ക്നെസ് അറിയാം. മുയലിന്റെ സ്ട്രെങ്തും ആമയ്ക്ക് അറിയാം. മുയല് ഭയങ്കര ഓട്ടക്കാരനാണ്. എങ്കിലും ആ ചലഞ്ച് അല്ലെങ്കിൽ അതങ്ങ് ആമ ഏറ്റെടുത്ത് ആമയും കൂടെ ഓട്ട മത്സരത്തിന് ചേർന്നിട്ട് അവര് രണ്ടുപേരും കൂടി ഓടാൻ തുടങ്ങി. നമുക്കറിയാം മുയല് ഉറങ്ങി, ആമ വന്നോട്ടെ എന്ന് വെച്ച്. പക്ഷെ ഉറങ്ങി എഴുന്നേറ്റപ്പോ ആമ ട്രോഫി അടിച്ചു. അതാ പെർസിവിയറൻസും എല്ലാം കൊണ്ട് ആമ അത് വളരെ സ്റ്റഡി. നമ്മൾ പഠിച്ചു വന്നിട്ട് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് പറഞ്ഞിട്ട് ഒരിത് പഠിക്കുകയും ചെയ്തു. അത് കറക്റ്റ് ആണ്. അത് പണ്ടത്തെ ലൈഫ് സ്കില്ലാണ്. അത് കഴിഞ്ഞിട്ട് പുതിയ ലൈഫ് സ്കില്ല് അങ്ങനെയല്ല. പുതിയ ലൈഫ് സ്കില്ലിലാണ് ഇന്റർപേഴ്സണൽ സ്കില്ലില്ലാതെ ഒരു ലൈഫ് സ്കില്ലും ശരിയാവില്ല. അവിടെ ആമയും മുയലും ബുദ്ധത്തെ ശത്രുക്കളായിട്ട് തുടരുവാണ്. എവിടെയാണ് പീസ്? ഒരിക്കലും പീസ് കിട്ടില്ല. മുയലിന് കൂടുതൽ ശത്രുതയായി, ആമയോട് അസൂയയായി. ഉടനെ മുയൽ എങ്ങനെങ്കിലും സംഘാടകരെയൊക്കെ സംഘടിപ്പിച്ചു വീണ്ടും ഓട്ട മത്സരം വെപ്പിക്കുകയൊക്കെ ചെയ്ത് നമുക്ക് കഥ അങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ പിന്നീട് പുതിയ കാലം മാറിയപ്പം സംഘാടകരും അവരുടെ ഇതൊക്കെ മാറ്റി. അവരെന്ത് ചെയ്തു? ആമയും മുയലിനെ ഓട്ട മത്സരത്തിന് വിളിച്ചു. അത് കഴിഞ്ഞപ്പം അവര് ഈ ഹേർഡിൽസ് ഒക്കെ പോലെ അവരുടെ ഇത് മാറ്റിയിട്ട് ഒരു കരയും ഒരാളെ മാത്രം അങ്ങനെ അങ്ങ് ഇത് ചെയ്താൽ പോരല്ലോ എന്ന് വെച്ച് കുറച്ച് ഇതും കൂടി എടുത്തു. എന്താണ്, കുറച്ച് വെള്ളമുള്ള സ്ഥലം കൂടി എടുത്തു, ഒരു പോണ്ട് പോലെ. അപ്പോൾ മുയൽ ഓടി വന്ന് ഇവിടെ ഇതാക്കിയെങ്കിലും ആമയ്ക്ക് പറ്റുന്നതായിരുന്നു ആ പോണ്ട്. അതുകൊണ്ട് അവിടെയും ആമ തന്നെ ജയിച്ചു. ആമ പെതുക്കെ വന്നിട്ട് ഇത് താണ്ടി അപ്പുറത്ത് ചെന്നപ്പോഴത്തേനും അത് ആമയാണ് അവിടെയും ഫസ്റ്റ് അടിച്ചത്. അപ്പോൾ അവിടെ അതൊരു എത്തിക്സിന് നിരക്കാത്തതാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവിടെയാണ് ലൈഫ് സ്കിൽ വർക്ക് ചെയ്തത്. അന്നേരം അവര് വെച്ചത് ഇനി മുതൽ ഈ മത്സരം മാറ്റി പിടിക്കുവാണ്. നിങ്ങളുടെ ഫിനിഷിംഗ് ടൈമിനാണ് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു. ഇത്ര ടൈമിനുള്ളിൽ നിങ്ങൾ ഫിനിഷ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പോയിന്റ് കിട്ടൂ എന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോഴാണ് അവർ തമ്മിൽ ഒരു പരസ്പര ധാരണ വന്നു. അവിടെയാണ് ലൈഫ് സ്കിൽ വർക്ക് ചെയ്തത്. മുയൽ എന്ത് ചെയ്തു? ആ കരയിൽ കൂടി ഓടിയപ്പോൾ മൂന്നാമത്തെ ആ ഒരു വർഷത്തെ മത്സരത്തിൽ ഫോട്ടോ ഫിനിഷും ടൈം വെച്ചിട്ടുള്ള മത്സരം വന്നപ്പോൾ മുയൽ എന്ത് ചെയ്തു? മുയലിന്റെ മുകളിൽ ഇരുത്തി ഓടിച്ചു. അപ്പൊ വളരെ കുറച്ച് സമയം കൊണ്ട് അവിടെ എത്തി. അത് കഴിഞ്ഞപ്പോൾ പോണ്ടിൽ ഇറങ്ങിയപ്പോൾ മുയലിനെ ആമയുടെ പുറത്തിരുത്തി നീന്തി. അപ്പൊ രണ്ടുപേരും ഒരേ സമയം ചെന്നിറങ്ങി രണ്ടുപേർക്കും പ്രൈസ് ഷെയർ ചെയ്തു. അപ്പോൾ എന്ത് ഹാപ്പിയായി? എല്ലാവരും ഹാപ്പി, സമൂഹം ഹാപ്പി, സംഘാടകർ ഹാപ്പി. അങ്ങനെ ഒരു പീസ്ഫുൾ ലൈഫ്. അവര് തമ്മിലുള്ള ആ ഒരു കോമ്പറ്റീഷനും ഹെൽത്തി ആയിട്ട് മാറി. ഇതാണ് ലൈഫ് സ്കിൽസ്. ഇങ്ങനെയാണ് നമ്മൾ ജീവിത നൈപുണികൾ ആർജിക്കേണ്ടതും മറ്റുള്ളവർക്ക് പകർന്നു തരേണ്ടതും. ഞാൻ ഈ അവസരം തന്നതിന് ഇതിന്റെ ഡോക്ടർ ഷർമിളയോട് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. എനിക്ക് ആ ടോപ്പിക് രണ്ടും കൂടെ ലിങ്ക് ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വേറൊരു രീതിയിൽ പ്രസന്റ് ചെയ്യുകയും വേണം. അവിടെ 2 സ്ലൈഡ് ഉണ്ടെങ്കിൽ എനിക്ക് ഈസിയാണ്. അതല്ലെങ്കിൽ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ നീളുകയും ചെയ്യും. അതുകൊണ്ട് നീണ്ടുപോകാതെ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും എന്റെ നന്ദി. താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച് മാം. എന്തായാലും എത്രത്തോളം മാമിന് ഉണ്ട് എന്നുള്ളത് മാം തെളിയിച്ചിരിക്കുകയാണ്. ആ ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ലും ഡിസിഷൻ മേക്കിങ്ങും ഒക്കെ ലൈഫ് സ്കില്ലിന്റെ മെയിൻ കോമ്പണൻസ് ആണ് മാം. അപ്പൊ അത് എന്തുമാത്രം മാമിന്റെ എക്സ്പീരിയൻസിലൂടെ തന്നെ അത് പറഞ്ഞു. അതൊരു അറിവല്ല, അതൊരു അറിയലാണ്. അറിവും അറിയലും തമ്മിലുള്ള ഒരു വ്യത്യാസം അവിടെ തന്നെ ഉണ്ട്. ആ ഒരു ലൈഫ് സ്കിൽ എങ്ങനെ ഈ മാം ഈ ടോപ്പിക് കൊണ്ടുപോകും എന്നുള്ളത് ഞാനും ജേക്കബ് സാറും ഒക്കെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചതായിരുന്നു. പക്ഷെ സൂപ്പർ ആയിട്ട് ഇന്നത്തെ ആ ഒരു എക്സ്പീരിയൻസിലൂടെ തന്നെ ആ ഒരു ലൈഫ് സ്കില്ല് മാക്സിമം അത് പറഞ്ഞ് എല്ലാവർക്കും മനസ്സിലാക്കി തന്നത് ഒരുപാട് താങ്ക്സ് ഉണ്ട് മാം. എന്തായാലും ഫീഡ്ബാക്ക് ഒന്ന് എടുക്കാം. ക്ലാസ് ആയിരുന്നു. മിക്കവാറും ഹസ്ബൻഡ് വന്നിട്ട് പോയി കാണും, രാശി അറിഞ്ഞു കാണത്തില്ല. ഹലോ, കേക്കാവോ? ഇല്ല, വേറെ ആളുണ്ട് സാറേ വണ്ടിയില്. വേറെ ഡ്രൈവറും വേറെ ആളും ഉണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. എന്തായാലും ഓഡിയോ ഓഫ് ചെയ്തിരിക്കുകയാണേ. ആരുടെ? എന്തോ പറയുന്നുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ ഓഡിയോ ഓഫ് ചെയ്തിരിക്കുകയെന്ന് തോന്നുന്നു. രാജീവേ, നല്ല ക്ലാസ് ആയിരുന്നു. വളരെ തന്മയത്തോടുകൂടി വളരെ
ഇഴുകി ചേർന്ന ടോപ്പിക്കുമായിട്ട് ശരിക്കും പോയി. രാജശ്രീ എപ്പോഴും അങ്ങനെയാണ്, നല്ല ഡീപ്പായിട്ട് തന്നെ അങ്ങനെ പോകാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. എന്തായാലും അടുത്ത ക്ലാസ് ആകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഇൻഫോർമേറ്റീവ് ആവും. ഓക്കെ, താങ്ക് യു രാജശ്രീ. ഓക്കെ സർ. മറ്റേ അവിടെ ആള് നിപ്പുണ്ട്, എന്നെ വിളിക്കും. ഞാനിപ്പോ എന്നാലും ഇറങ്ങി പോവാണ് സർ. രാജശ്രീ അറിയത്തില്ല ലൈഫ് സ്കിൽ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. ഇപ്പോഴാണ് ഇത്രയും ലൈഫ് സ്കിൽ കയ്യിലുണ്ടെന്ന് മനസ്സിലായത്. അതെ അതെ, താങ്ക് യു. എന്നാ ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ. ഓക്കെ. അപ്പൊ വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നത് കേൾക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞ് നമുക്ക് പിരിയാം. എത്തിയിട്ടില്ലല്ലോ? ഇല്ല, ഞാൻ ഡിസ്കഷൻ വേണ്ട, വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞ് പിരിയാം. അല്ല പോണേ പൊക്കോട്ടെ. രാജശ്രീ ഒത്തിരി ഓട്ടത്താങ്ക്സ് കേട്ടുള്ളതാ. രാജശ്രീ പൊക്കോട്ടെ. പിന്നല്ലേ എന്നെ ഇവരൊക്കെ വിളിച്ച് പറയും. പിന്നെ ഞാനന്ന് ലീവ് ചെയ്തോട്ടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫീഡ്ബാക്ക് എടുത്തിട്ട് നമുക്ക് പാട്ടിലേക്ക് പോകാം. അത് കഴിഞ്ഞ് വോട്ട് ഓഫ് താങ്ക്സ്. ഓക്കെ. അല്ല ഫീഡ്ബാക്ക് പറ. എല്ലാവരുടെയും ആഗ്രഹം എന്തോ സാർ? എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറയുന്നത് ജീവിതത്തിൽ വിജയിക്കണം തന്നെയാണ് അല്ലേ? എവിടെയും നമുക്ക് വിജയിച്ചു പോകണം എന്നാണ് ആഗ്രഹം. പക്ഷെ ഈ ലൈഫ് സ്കിൽ എന്നൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇതുവരെ അതിന്റെ ഒരു ക്ലാസ്സും അറ്റൻഡ് ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ പേടിച്ചിട്ടാണ് അറ്റൻഡ് ചെയ്യാത്തത്. ലൈഫ് സ്കിൽ കുറവാണെന്നൊരു സംശയം തന്നെത്താൻ തോന്നുന്നത് കൊണ്ടാണ്. എന്താ, ഞാൻ ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഇവരെല്ലാവരും ക്ലാസ്സുകൾ ഒരുപാട് ഇവിടെ സെമിനാറുകളും കോൺഫറൻസുകളും ഒക്കെ നടത്തിയിട്ടുണ്ട്. ലൈഫ് സ്കില്ലിന് എന്റെ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതുവരെ എന്നെ ആരും അങ്ങനെ ഇതിനായിട്ട് ക്ഷണിച്ചിട്ടും ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടും ഇല്ലാത്തതാണ്. പക്ഷേ നമുക്ക് ജീവിക്കണമെങ്കിൽ ഈ സ്കില്ലുകളൊക്കെ കൈ വേണം. എന്നാൽ അത് വിദ്യാഭ്യാസം തന്നെ വേണം എന്നൊന്നും ഇല്ല. വിദ്യാഭ്യാസം ഇല്ലാത്ത എത്രയോ സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവരുടെ ജീവിതത്തിൽ വിജയിച്ച ഒരുപാട് പേരുണ്ട്. പക്ഷെ വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ കുറെ കൂടെ മുന്നോട്ട് നീങ്ങുന്നു എന്നുള്ളത് നമ്മൾ തന്നെ നമ്മളെ ഒന്ന് അനലൈസ് ചെയ്യാം. ആ SWOT അനാലിസിസ് എന്ന് പറഞ്ഞാൽ വളരെ കറക്റ്റ് ആണ്. നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെയാണ് സ്ട്രെങ്ത്, എന്താണ് വീക്ക്നെസ് എന്നൊക്കെ നമ്മൾ തന്നെ ഒന്ന് മനസ്സിലാക്കി നമ്മൾ അതിനനുസരിച്ച് നീങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളെ ഒരു ആറ്റിറ്റ്യൂഡാണ്. അത് നമുക്ക് നമ്മുടെ മനസ്സിനെ മാറ്റിയെടുത്താലേ പറ്റുള്ളൂ. എനിക്ക് ഇത്രയൊക്കെ മതി, എനിക്ക് ഇങ്ങനെ ജീവിച്ചാൽ മതി എന്നങ്ങ് തീരുമാനിക്കുവാണെങ്കിൽ നമ്മൾ അവിടെ നിൽക്കുകയുള്ളൂ. അപ്പൊ അവിടെ നിന്ന് മുന്നേറണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നോക്കിയാൽ നമുക്ക് മുന്നേറാൻ കഴിയും എന്നുള്ളത് എല്ലാ മനുഷ്യർക്കും മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് വളരെ തീർച്ചയായിട്ടും ഒരു കാര്യമാണ്. അത് ലൈഫ് സ്കില്ല് അങ്ങനെ ഇങ്ങനെ അല്ലെ ഈ എത്ര എണ്ണം ഉണ്ട് അല്ലെ ഇന്നതാണ് അതൊന്നും മനസ്സിലാകാതെ തന്നെ അതിനെപ്പറ്റി ഒന്നും കൂടുതലായിട്ട് അറിഞ്ഞില്ലെങ്കിലും ജീവിതത്തിൽ മറ്റുള്ളവരെ കണ്ടു പഠിക്കാനുള്ള ഒരു അവസരമായാലും ശരി. നമ്മൾ ഓരോ വ്യക്തികളെയും കണ്ട് നമ്മൾ ചിലപ്പോഴും മുന്നേറാറുണ്ട്. അങ്ങനെയൊക്കെ ജീവിതത്തിൽ മുന്നേറുന്ന ഒരുപാട് വ്യക്തികളും ഉണ്ട്. എങ്ങനെയായാലും നമ്മൾ വിജയിക്കുക എന്ന് പറയുന്നത് ഓരോ വ്യക്തിയായിട്ട്, ഇപ്പൊ ഞാൻ ഒരു അധ്യാപികയായിട്ട് അല്ലെ ഞാനൊരു വീട്ടമ്മയായിട്ട് ഒരു അമ്മയായിട്ട് എങ്ങനെയാണ് അങ്ങനെയൊക്കെ എവിടെയാണ് എന്റെ പരാജയം എന്നൊക്കെ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ മുന്നേറാൻ ശ്രമിക്കണം. ഓരോ വ്യക്തികളും മുന്നേറാൻ ശ്രമിച്ചാലേ നമുക്ക് ജീവിതത്തിൽ ഒരു വിജയവും ഒക്കെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് ഒരു വാസ്തവമായ കാര്യമാണ്. എന്നാലും രാജശ്രീ വാദോരാതെ സംസാരിച്ചെന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സ്കില്ലാണ്. എവിടെ ഒരു ഇല്ലാതാണ് അത്രയും കാര്യങ്ങളും അത് കണക്ട് ചെയ്തുകൊണ്ട് പറഞ്ഞതൊക്കെ. ഒരുപക്ഷെ അത് സ്വാഭാവികമായിട്ടും വന്നതാണ്. അല്ല ഇതൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്ന കണക്ക് കൂട്ടി പറഞ്ഞതാണെന്നൊന്നും എനിക്ക് തോന്നുന്നതുമില്ല. ഇന്നത്തെ അനുഭവം വെച്ച് നല്ല ഭംഗിയായിട്ട് അത് അവതരിപ്പിച്ചു എന്നുള്ള ഒരു ക്രെഡിറ്റ് രാജശ്രീക്കുണ്ട്. രാജിക്ക് എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്. ഓക്കെ. മറ്റുള്ളവരാരും പറയുന്നില്ലേ? നമുക്കൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. വേറെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ പാട്ടിന് ശേഷം സംസാരിക്കാം. ഓക്കെ, ശില്പ പ്ലീസ്. കേൾക്കാം, പാടിക്കോളൂ.
അരുമയായി ഉണർന്നതാരോ പടത്തിലൊതുക്കി ഇടയന്റെ ഹൃദയത്തിൽ ഒരു പുളം തട്ടിലോ തുമ്പപ്പൂവായി വിടർന്നു ആയിരം തുമ്പപ്പൂവായി വിടർന്നു പടത്തിലൊതുക്കി അല്ലിയാപ്പൂവിനെ തൊട്ടുണർത്തി ഒരു കുടലിൽ നിറുകയിൽ അരുമയായി തുടർന്നതാരോ. താങ്ക് യു ടീച്ചർ, താങ്ക് യു. താങ്ക് യു ശില്പ, സൂപ്പർ ആയിരുന്നു കേട്ടോ. ശില്പയെ കണ്ടിട്ട് കുറെ ദിവസമായ കണക്ക് തോന്നുന്നു. കഴിഞ്ഞ ആഴ്ച ഇല്ലായിരുന്നു അല്ലെ? സുഖമില്ലാതെ കിടക്കുമായിരുന്നു ശില്പ. ഓക്കെ. പിന്നെ അപ്പോ നമുക്ക് ഇനി ആരെങ്കിലും ഫീഡ്ബാക്ക് ചെയ്യുന്നുണ്ടോ? അതല്ലെങ്കിൽ ഔട്ട് ഓഫ് താങ്ക്സിലേക്ക് പോവാം. ഗീത മാം പ്ലീസ്. ഓക്കെ ശർമിള. ശില്പ നല്ല പാട്ടായിരുന്നു കേട്ടോ. ശില്പ ത്രോട്ട് പ്രോബ്ലം ആയിട്ടൊക്കെ ഇരിക്കുകയാണ്, എങ്കിലും നല്ല പാട്ടായിരുന്നു, നല്ല പാട്ടായിരുന്നു. ഞാന് രാജിയുടെ ജീവിത നൈപുണികൾ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാല് മത്സൽ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ അധികം ക്ലാസ്സുകളൊന്നും ജീവിത നൈപുണികൾ ഞാൻ എടുക്കാനും പോയിട്ടില്ല, അധികം ഒരുപാട് കേട്ടിട്ടുമില്ല. എന്നാലും ജീവിത നൈപുണികൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ എപ്പോഴും പിന്നെ ക്ലാസ്സുകളിൽ കൂടെയൊക്കെ ഇങ്ങനെ ചില ക്ലാസ്സുകളിൽ കൂടി എല്ലാ ജീവിത നൈപുണികളെ പറ്റിയും കേട്ടിട്ടുണ്ട്. ആ വിവരമൊക്കെ ഉള്ളൂ എനിക്കും. പക്ഷെ രാജി വളരെ നന്നായിട്ട് ഒരു യാത്രയില്, ഒരു അരമണിക്കൂർ യാത്രയില് കാറിൽ ഇരുന്നോണ്ട് പിന്നെ ഇന്ന് പിന്നെ രാജി യാത്ര ചെയ്യുമ്പോ ഉണ്ടായ പ്രതികൂല സാഹചര്യങ്ങളും അതെങ്ങനെ ഓവർകം ചെയ്യാമെന്നും ഒക്കെ തന്നെ ആ ഒരു ചെറിയ യാത്രക്കിടയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു എന്നുള്ളതാണ്. ശരിക്കും എങ്ങനെയാണ് സെൽഫ് അവയർനെസ്സും അതുപോലെ ആശയവിനിമയത്തിനുള്ള പിന്നെ ഏത് രീതിയിൽ ആശയവിനിമയം ചെയ്താൽ പറ്റുമെന്നും പിന്നെ അതുപോലെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എങ്ങനെയുള്ളതായിരിക്കണമെന്നും ഒക്കെ തന്നെ ക്രിയേറ്റീവ് തിങ്കിങ് എങ്ങനെ വരണമെന്നും ക്രിട്ടിക്കൽ അനാലിസിസ് തിങ്കിങ് എങ്ങനെ വരണമെന്നും ഒക്കെ കൂടി ആ ഒരു 50 മിനിറ്റ് ക്ലാസ് എടുത്തുള്ളെങ്കിലും ആ ക്ലാസ്സുകളിൽ കൂടിയൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ജീവിത ചക്രത്തിലെ ഈ ജീവിത ചക്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ശരിക്കും നമ്മൾ ഒരുപാട് കാര്യത്തിൽ തീരുമാനം എടുക്കാറുണ്ടല്ലേ. ചെറിയ കാര്യങ്ങളിലാണെങ്കിൽ കൂടി ഒരു കുടുംബത്തിലാണെങ്കിലും ഇപ്പൊ ക്ലാസ് മുറികളിലാണെങ്കിലും അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തീരുമാനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ തീരുമാനം എടുക്കൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ജീവിത നൈപുണ്യാണ്. അതുപോലെ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. കുട്ടികളുടെ പ്രശ്നങ്ങളാണെങ്കിലും വീട്ടുകാരുടെ പ്രശ്നങ്ങളാണെങ്കിലും ദാമ്പത്യത്തിലെ പ്രശ്നങ്ങളാണെങ്കിലും എല്ലാം തന്നെ നമ്മൾ അതിനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് പ്രശ്ന പരിഹാരത്തിന് നമ്മൾ മുതിർന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ നന്നായിട്ട് ചിന്തിച്ച പല കാര്യങ്ങളും പിന്നെ ശ്രമിച്ച് ക്രിയേറ്റീവായിട്ട് ചിന്തിച്ച് ക്രിയാത്മകമായി ചിന്തിച്ച് നടപ്പാക്കാനായിട്ട് നമ്മൾ പല പൊസിഷനിൽ ഇരുന്നത് കൊണ്ടും ഇപ്പൊ ഇരിക്കുന്നത് കൊണ്ടും ഒക്കെ നമ്മൾ അങ്ങനെ തീരുമാനം എടുക്കാറുണ്ട്. അങ്ങനെ ഉള്ളപ്പോ നല്ല ആശയവിനിമയം പലരോടും നടത്താനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് തന്നെ ഒരു സ്വയം അവബോധവും അതുപോലെ മറ്റുള്ളവരോട് ഒരു സഹാനുഭൂതിയും ഒക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്.
ഏത് കാര്യത്തിൽ ദൃഢത വേണമെന്നും ഏത് കാര്യത്തിൽ സമചിത്തത വേണമെന്നും അതുപോലെ ഏത് കാര്യത്തിൽ സഹിഷ്ണുത വേണമെന്നും എപ്പോഴൊക്കെ വികാരങ്ങളെ നേരിടണമെന്നും സമ്മർദ്ദത്തെ നേരിടണമെന്നും ഒക്കെ നമ്മള് പല സാഹചര്യങ്ങളായി എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രായത്തിലുള്ള ആളുകളായതുകൊണ്ടായിരിക്കും നമ്മൾ ഇതെല്ലാം തന്നെ ഒരു സമയത്ത് അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് നമ്മൾ ഇതിലെല്ലാം ഇടപെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞാല് ജീവിത നൈപുണികൾ എന്ന് പറയുന്നത്. നമ്മൾ ജീവിത നൈപുണികൾ ഉള്ളവർ തന്നെയാണ് എല്ലാവരും. ഇപ്പോ നമ്മുടെ ഇവിടെ ഇരിക്കുന്നവര് അധ്യാപകരോ അല്ലെങ്കിൽ ഏതെങ്കിലും ജോലി സ്ഥലത്ത് ജോലി ചെയ്തവരോ ഒക്കെ തന്നെ ആയിരിക്കും. അപ്പോ എല്ലാവരും ഒരർത്ഥത്തിൽ ഈ ജീവിത നൈപുണികൾ ഉള്ളവർ തന്നെയാണ്. പക്ഷെ ഇപ്പൊ നമുക്ക് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോ ഈ ജീവിത നൈപുണികൾ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോ കൂടുതൽ നേതൃത്വ ചുമതലകൾ ഏറ്റെടുക്കാൻ വരുമ്പോ പ്രതികൂല സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉടനീളം വരുമ്പോൾ ഒരു അപകടം ഉണ്ടാകുമ്പോൾ അതുപോലെ ശാരീരികമായിട്ടുള്ള പരിക്കുകളോ അങ്ങനെയൊക്കെ ദാരിദ്ര്യം ദാരിദ്ര്യം എന്ന് പറയുന്നത് ഇപ്പോഴില്ല, എന്നാലും പിന്നെ വിശപ്പിനുള്ള വിളികള് അങ്ങനെ അതുപോലെ പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെടുമ്പോ ഒക്കെ ഉള്ള കാര്യം, അതുപോലെ കരിയറിൽ നമ്മൾ വിജയിക്കാൻ പാടുപെടുന്ന ഒരു അവസരത്തിലൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ജീവിത നൈപുണ്യം ഇല്ലാത്ത അവസരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അത് ചെറിയ കുട്ടികളുടെ കാര്യത്തില് നമുക്കിപ്പോ തീർച്ചയായിട്ടും നമ്മൾ അവരെ നോക്കിയേ മതിയാകൂ. അവരുടെ ജീവിത നൈപുണ്യങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളത് നമുക്ക് നമ്മൾ തീരുമാനിച്ച അച്ഛനമ്മമാരും അതുപോലെ അധ്യാപകരും അല്ലെങ്കിൽ അവരോട് ഇടപഴകുന്ന ആളുകളും ശരിക്ക് തീരുമാനിച്ച് ഉറച്ച് അവർക്ക് ജീവിത നൈപുണ്യ വിദ്യാഭ്യാസം കൊടുക്കാനായിട്ട് തീരുമാനിച്ചേ പറ്റുള്ളൂ. അപ്പൊ പ്രതികൂല സാഹചര്യങ്ങൾ ഒരുപാടുണ്ടാകും ശരിക്ക് കുട്ടികൾക്ക്. വ്യക്തിഗത വികസനത്തിന് ചിലപ്പോ സഹായിക്കാത്ത പല സാഹചര്യങ്ങളും കുട്ടികൾക്കിടയിൽ ഉണ്ടാകും. അപ്പോ കുട്ടികൾക്ക് തന്നെ നമ്മൾ എപ്പോഴും പറയാറുള്ളത് തന്നെ ശരിക്കും തന്നെ തന്നെ വിശ്വസിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ട, മാതാപിതാക്കന്മാരായാലും അധ്യാപകരായാലും. അങ്ങനെ ഒരു പോസിറ്റീവ് ചിന്താഗതി ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണമെന്ന് മാത്രമേ എനിക്കിപ്പോ ഈ അവസരത്തിൽ പറയാനുള്ളൂ. ഒരു പോസിറ്റീവ് കമ്പനി നമുക്ക് ഉണ്ടാവണം എപ്പോഴും. ഫ്രണ്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ ബന്ധുക്കളാണെങ്കിലും ഒക്കെ അവരോട് കളിക്കാനും ചിരിക്കാനും ബന്ധുക്കളോടുകൂടി പോകാനും അല്ലെങ്കിൽ സുഹൃത്തുക്കളോടുകൂടി പോകാനും ഒക്കെ ഞാനും മത്സര ടീച്ചറും കൂടെ എപ്പോഴും ഇങ്ങനെ പിന്നെ പലയിടത്തും ഒക്കെ പോകുമ്പോ എപ്പോഴും ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാണ് പോകുന്നത്. നുണയൊന്നും അല്ല, അത് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്താണ് പോകുന്നത്. ശരിക്കും പറഞ്ഞാല് ഒന്ന് എഴുതി തീർക്കാം, വേണമെങ്കിൽ ഒരു ബുക്ക് എടുത്ത് എഴുതി ഒന്ന് തീർക്കാം. അതുപോലെ എപ്പോഴും സ്റ്റേ ഡിസിപ്ലിൻഡ്, എപ്പോഴും ഡിസിപ്ലിൻ ആയിട്ട് ജീവിക്കാനായിട്ട് നോക്കുക. പിന്നെ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും അനാവശ്യമായ കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധ തിരിക്കാതെയൊക്കെ ജീവിക്കാൻ നോക്കാനായിട്ട് കുട്ടികളെയും നമുക്ക് പ്രേരിപ്പിക്കാം. ഇപ്പോ ഈ മദ്യവും മയക്കുമരുന്നും ഒക്കെ വളരെ കൂടുതലായി കാണുന്ന ഒരു സമയത്താണ് നമ്മൾ കുട്ടികളെ കാണുന്നത്, നമ്മൾ ജീവിക്കുന്നതുമായിട്ട് ഏത് രീതിയിൽ അവരെ കോപ്പപ്പ് ചെയ്യാം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ആ കുറച്ച് കാര്യങ്ങള് ചെയ്താല് ജീവിത നൈപുണ്യങ്ങൾ കുട്ടികൾക്കും നമുക്ക് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഈ കുറച്ച് കാര്യങ്ങളാണെങ്കിൽ കൂടി 50 മിനിറ്റ് കൊണ്ട് പ്രൊഫസർ രാജേശ്വരി വളരെ നന്നായിട്ട് അത് പ്രസന്റ് ചെയ്തു. രാജേശ്വരിക്ക്
ഞങ്ങളുടെ എല്ലാവരുടെയും ഈ വിൻ ദ ലിബറേഷന്റെ ഇവിടെ ഇല്ല, പുള്ളിക്കാരി ഇവിടെ ഇല്ലെങ്കിൽ കൂടി വിൻ ദ ലിബറേഷന്റെ എല്ലാ മെമ്പേഴ്സിന്റെയും ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. അതുപോലെ ഈ ഒരു സമയം ഇത്രയും വളരെ 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 ധൃതി പിടിച്ച് നിന്ന ഒരു സമയമാണെങ്കിൽ കൂടി ഈ ഒരു ജോലി ടേക്കപ്പ് ചെയ്ത് ഇത് പ്രസന്റ് ചെയ്തിട്ട് പോകാനുള്ള ഒരു മനസ്സ് കാണിച്ചതിനുള്ള നന്ദിയും ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എൻ്റെ എല്ലാ പിന്നെ എൻ്റെ അധ്യാപകനെന്നല്ല, എൻ്റെ സീനിയർ അധ്യാപകനായ അല്ലെങ്കിൽ എൻ്റെ മേലുദ്യോഗസ്ഥനായ പ്രൊഫസർ ജേക്കബ് മാത്യു സാറിനോടും എൻ്റെ കൂട്ടുകാരായ വത്സല ടീച്ചർ, പിന്നെ താണുവനാചാര്യ സാർ, എൻ്റെ കൂട്ടുകാരൻ തന്നെ പറഞ്ഞോട്ടെ, താണുവനാചാര്യ സാറ്, പിന്നെ ഗീതയുണ്ട്, ശ്രീദേവി ഉണ്ട്, പിന്നെ സുശീലൻ സാർ ഉണ്ടെന്ന് തോന്നുന്നു, പിന്നെ പ്രിയപ്പെട്ട ശർമിളയ്ക്കും ഈ ഒരു യോഗത്തിൽ നമ്മളിപ്പോ ഈ യോഗ അംഗങ്ങൾ വളരെ കുറഞ്ഞു പോകുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഏകദേശം ഒരു 10 പേര് ഓളം പോലും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോ, അല്ലെ? അപ്പോ അത് കുറച്ചുകൂടെ ആളുകളെ കൊണ്ടുവരാനായിട്ട് ഒന്ന് ശ്രമിക്കണം. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, ഞങ്ങൾ ഇന്നലെ അത് പറഞ്ഞോണ്ട് പോയി, നമുക്ക് വിൻ ദ ലിബറേഷൻ കുറച്ച് ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ തുടങ്ങാമെന്ന് പറയാമോ എന്നൊക്കെ വിചാരിച്ച് പോവുകയായിരുന്നു. ഏതെങ്കിലും ഒരു തീരുമാനം എടുക്കണം നമ്മള്. കാരണം തീരെ ആള് കുറയുന്നത് പോലെ തന്നെ. ഇന്നലെ ജാമിയ കോളേജിൽ പോയിട്ട് ഞങ്ങള് അതിന്റെ ഒരു പ്രൊപ്പഗാൻഡ കൂടെ നടത്തിയിരുന്നു. നിങ്ങൾ വിൻ ദ ലിബറേഷനിൽ കയറണമെന്നും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് അറിവുകൾ കിട്ടുമെന്നും ഒക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോ എനിക്ക് തോന്നുന്നു പിന്നെ ശർമിള കുറച്ചുകൂടെ ഒന്ന് ഊർജിതപ്പെടുത്തിയാൽ കുറച്ചുപേരെ കൂടെ ഫീസൊന്നും ഇല്ലാതെ തന്നെ കുട്ടികൾ ചിലപ്പോ ഒന്ന് കയറിയേക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെ ശർമിളയ്ക്ക് നല്ല ആർജവമാണ് ഇതൊക്കെ. ശരിക്കും പറഞ്ഞാല് അയ്യോ വരണം ഇതൊന്ന്. ഈ ശർമിളയുടെ കാര്യം പറഞ്ഞാല് ഈ ഒരു പ്രതികൂല സാഹചര്യം ശരിക്കും പറഞ്ഞാല് താണ്ടാൻ വേണ്ടി ശർമിള പാടുപെടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അല്ലെ? അത് വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ മുമ്പോട്ട് പോകുന്നുണ്ടെന്ന് ഇന്നലത്തെ സംസാരത്തിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ജീവിത നൈപുണി വളരെയധികം ഉള്ള ഒരാള് തന്നെയാണ് ശർമിള എന്ന് പറയാനും എനിക്ക് അഭിമാനമുണ്ട്. അപ്പൊ താങ്ക് യു ശർമിള, താങ്ക് യു ഓൾ, താങ്ക് യു വെരി മച്ച്. നമ്മുടെ ലിബ്രാൻ ഉണ്ട്, നമ്മുടെ യൂട്യൂബർ ഉണ്ടല്ലോ, ലിബ്രാനാണ് ഇതിന്റെ യൂട്യൂബ് വീഡിയോ റെഡിയാക്കുന്നുണ്ട് മാം. ഓക്കെ മാം. ലിബ്രാനും എല്ലായിടത്തും പറയട്ടെ, ഇവരെല്ലാം PG-കാരാണ്, നെറ്റിന് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. മിക്ക കുട്ടികളും അങ്ങനെയാണ്, അതുകൊണ്ടാണ് അവർക്കൊന്നും ജോയിൻ ചെയ്യാൻ കഴിയാതെ പോകുന്നത്. മിക്ക കുട്ടികൾക്ക് സെറ്റും നെറ്റും എല്ലാം കിട്ടിയിട്ടുണ്ട് മാം. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, കേട്ടറ്റും സീടെറ്റും എല്ലാം ഇവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ എഴുതിയെടുക്കാൻ വേണ്ടി ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അതെ അതെ, നമ്മളെ ചെന്നതിന്റെ ഒരു ഇതും കൂടെ ഉണ്ട് കേട്ടോ അവിടെ. നല്ലൊരു മാറ്റമുണ്ട് കോളേജിൽ തന്നെ, റിമാർക്കബിൾ ചേഞ്ച് ആണ്. അത് എല്ലാവരും പറയുന്നുണ്ട്. ഇതുവരെ അങ്ങനെ ആരും അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, കുട്ടികളുടെ കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇതുവരെ ഉണ്ടായിട്ടില്ല അവിടെ. അങ്ങനെ ശരിയായി വരുമെന്ന് തോന്നുന്നു. എല്ലാം നന്നായിട്ട് വരും. ഓക്കെ, ക്യാമ്പ് രീതിയിൽ നടക്കുന്ന ഇന്നലത്തെ പ്രോഗ്രാമും ഭയങ്കര, ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. എന്തായാലും കോളേജാക്കി മാറ്റണം. ഓക്കെ മാം, താങ്ക് യു വെരി മച്ച് മാം. ഒരു ദിവസം നമുക്ക് കാണുമെന്ന് ആചാര്യ സാറിനെ കൊണ്ടുപോകണം. അവിടുന്ന് വരാൻ ഞാനും ജേക്കബ് സാറും കൂടെ വരും. ഓ, ജേക്കബ് സാറിന് ഇടയ്ക്ക് ഒരു ദിവസം കൊണ്ട് സാർ ഇനി വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജേക്കബ് സാർ കഴിഞ്ഞ ദിവസം പോയെന്ന് തോന്നുന്നു. അതെ, കഴിഞ്ഞ പ്രാവശ്യം സാറായിരുന്നു. ഓരോ പ്രാവശ്യം ഓരോരുത്തരെ ഇങ്ങനെ കൊണ്ടുപോകാം, നമുക്ക് കോളേജ് കാണുകയും ചെയ്യാം, സംസാരിക്കുകയും ചെയ്യാം, നമ്മളെ കുട്ടികളെ കാണാമല്ലോ. ഓക്കെ 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 മാം, താങ്ക് യു. ഓക്കെ സാർ, ജേക്കബ് സാർ, താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓക്കെ, വളരെ കുറഞ്ഞു പോയോ?